ഇടപ്പോൺ എന്ന കൊച്ചു ഗ്രാമപ്രദേശത്ത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് കഠിനാധ്വാനിയായ ദൈവവിശ്വാസിയായ ദീർഘവീക്ഷണത്തോടെ ഭാവിയെ മുന്നിൽ കണ്ട ഡോക്ടർ ജോസ് കോശി ജോർജ് എന്ന വ്യക്തിയുടെ അധ്വാനത്തിൻ്റെ നേർക്കാഴ്ചയാണ് 1995 ഇടപ്പോൺ ജംഗ്ഷനിൽ തറക്കല്ലിട്ട് ആരംഭിച്ച് ഇന്ന് 3 പതിറ്റാണ്ടിലേറെയായി ആരോഗ്യരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിക്കൊണ്ട് മുന്നേറുന്ന ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഇടപ്പോൺ ജംഗ്ഷൻ ഇന്ന് ജോസ്കോ ജംഗ്ഷൻ എന്ന പേരിൽ അറിയപ്പെടുമ്പോൾ ഘട്ടം ഘട്ടമായി ഈ സ്ഥാപനത്തെ ഒരു നാട് നെഞ്ചിലേറ്റി എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വൈദ്യശാസ്ത്ര ചികിത്സാ രംഗത്ത് ഓരോ മിനിറ്റിലും പുതുമകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജോസ്കോയും ദിനംപ്രതി ആ പുതുമകളെ സ്വാഗതം ചെയ്യുന്നു. അതിനനുസരിച്ച് അനിവാര്യമായ മാറ്റങ്ങൾ നമ്മുടെ സ്ഥാപനത്തിലും വരുന്നു. ജോസ്കോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജിംഗ് ഡയറക്ടറായിരുന്ന പരേതയായ മേസി ജോസ് മാഡത്തിൻ്റെ പാവന സ്മരണാർത്ഥം രൂപം കൊണ്ട മേഴ്സി മെമ്മോറിയൽ ഫൗണ്ടേഷൻ നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. നിരാലംബരായ നിരവധി രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകി, നിർധനരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നൽകി, ഭവനരഹിതർക്ക് ഭവന നിർമ്മാണ സഹായമേകി മേഴ്സി മെമ്മോറിയൽ ഫൗണ്ടേഷൻ സമൂഹത്തിന് സ്വാന്തനമേകുന്നു. നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന പഴമക്കാരുടെ പഴമൊഴി പോലെ വൈദ്യശാസ്ത്രം മാറ്റങ്ങളുടെ കൊടുമുടി കയറുമ്പോൾ ഒരുപടി മുമ്പേ ജോസ്കോയും എന്ന കാഴ്ചപ്പാടോടെ അത്യാധുനിക സജ്ജീകരണങ്ങളോടെ അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുതിയ ബ്ലോക്ക് ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആരംഭിക്കുകയാണ്. ബഹുമാന്യനായ ചെയർമാൻ ഡോക്ടർ ജോസ് കോശി ജോസ് സാർ കഠിനാധ്വാനത്തിലൂടെ ജോസ്കോയെ ഉന്നതിയിലെത്തിച്ചപ്പോഴും തൻ്റെ വിജയത്തിന് പിന്നിലെ ശക്തി എന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയാണെന്ന് അദ്ദേഹം അനേക തവണ ഇതിനോടകം സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു. അദ്ദേഹം പുതുതായി നിർമ്മിച്ച ഹോസ്പിറ്റൽ കെട്ടിട സമുച്ചയവും പ്രിയപത്നിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ മേഴ്സി മെമ്മോറിയൽ ഫൗണ്ടേഷൻ ബ്ലോക്ക് എന്ന പേരിൽ നാടിന് സമർപ്പിക്കുന്നു. ഈ പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി അദൃശ്യ ശക്തിയായി നമുക്ക് അനുഗ്രഹവർഷം ചൊരിയുന്ന സർവശക്തനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചടങ്ങിലേക്ക് കടക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ജോസ്കോ കോളേജ് ഓഫ് നഴ്സിംഗ് കൊയർ ടീമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സങ്കീർത്തനങ്ങൾ 118. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഇസ്രായേൽ പറയട്ടെ. അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് അഹ്റോൻ ഗൃഹം പറയട്ടെ. അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് യഹോവ ഭക്തർ പറയട്ടെ. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി.
121 സങ്കീർത്തനം 1 വാക്യം. യഹോവ ഒരു ദോഷവും തട്ടാത്തവണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. മരുന്നിനോടൊപ്പം പ്രാർത്ഥനയും കൂടിയാലേ സമ്പൂർണ്ണ രോഗസൗഖ്യം ലഭിക്കൂ എന്നത് ഒരു വിശ്വാസമെങ്കിൽ, ആധുനിക വൈദ്യശാസ്ത്ര രംഗത്ത് പുത്തൻ ചുവടുവെപ്പോടുമായി ദിനം പ്രതി മുന്നേറുന്ന ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ മേഴ്സി മെമ്മോറിയൽ ബ്ലോക്ക് എന്ന പേരിൽ ആധുനിക സജ്ജീകരണവുമായി ഒരു പുതിയ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്ന ഈ വേദിയിൽ അവിടേക്ക് ചികിത്സ തേടി വരുന്നവരെയും ചികിത്സകരെയും ഭരണകർത്താക്കളെയും സ്ഥാപനത്തെയും പ്രാർത്ഥിച്ചനുഗ്രഹിക്കുവാനായി ക്ഷണം സ്വീകരിച്ച് വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ആരാധ്യനായ ചർച്ച് ഓഫ് ഗോഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പ് റെവറൻഡ് പാസ്റ്റർ ഡോക്ടർ ഷിബു കെ മാത്യു അവർകളാണ്. ഇന്ത്യയിലെ തന്നെ പ്രഥമ ബൈബിൾ സെമിനാരിയായ മൗണ്ട് സിയോൺ ബൈബിൾ സെമിനാരിയുടെ പ്രിൻസിപ്പലായി, തുടർന്ന് സെമിനാരിയുടെ രജിസ്ട്രാറായി, കേരള സ്റ്റേറ്റ് കൗൺസിൽ ബോർഡ് അംഗമായും കരുത്തുറ്റ നേതൃപാടവത്തോടെ YPEയുടെ പ്രസിഡന്റായും സേവനമനുഷ്ഠിക്കുന്നു. ദീർഘവർഷങ്ങളായി ബൈബിൾ കോളേജ് അധ്യാപകനായി, ചർച്ച് ഓഫ് ഗോഡ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറായും, യുവജന പ്രസ്ഥാന പ്രസിഡന്റായും, സെൻട്രൽ മിനിസ്റ്ററായും ആത്മസമർപ്പണത്തോടെ കേരളത്തിലെ ദൈവസഭയുടെ ആത്മീയ വളർച്ചയ്ക്കും ഐക്യത്തിനും വഴികാട്ടുന്നതിൽ സജീവ ഇടപെടലുകൾ നടത്തിവരുന്ന ആരാധ്യനായ പാസ്റ്റർ ഡോക്ടർ ഷിബു കെ മാത്യു അവർകളെ അഭിമാനപൂരിതമായ ഈ ചടങ്ങ് പ്രാർത്ഥിച്ചനുഗ്രഹിക്കുവാൻ ഏറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.
ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ മേഴ്സി മെമ്മോറിയൽ ഫൗണ്ടേഷൻ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നത് ഏറെ അനുയോജ്യനായ ബഹുമാന്യനായ ജോസ്കോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ഡോക്ടർ ജോസ് കോശി ജോർജ് സാറാണ്. കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത ഉന്നത വിദ്യാഭ്യാസം കൈമുതലാക്കിക്കൊണ്ട് നിശ്ചയദാർഢ്യത്തോടെ വർഷങ്ങളോളം പ്രവാസ ജീവിതം നയിച്ച് കഠിനാധ്വാനത്തോടെ സ്വന്തം നാട്ടിൽ പടുത്തുയർത്തിയ ജോസ്കോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ബിസിനസ് സംരംഭം നാൾക്കുനാൾ ഉയർച്ചയുടെ പടവുകൾ കയറുകയാണ്. ജനിച്ചു വളർന്ന സ്വന്തം നാട്ടിലെ ജനങ്ങൾക്കു വേണ്ടി സ്വന്തം ഇച്ഛാശക്തി കൊണ്ടും കെട്ടിപ്പടുത്തിയതാണ് ജോസ്കോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനും അനുബന്ധ സ്ഥാപനങ്ങളും. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇടപ്പോൺ പോലെ ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങുക എന്നത് ഏറെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. അതോടൊപ്പം ഈ ഗ്രാമത്തിന്റെ ഒരു അനിവാര്യതയുമായിരുന്നു ഇതുപോലെ ഒരു ഹോസ്പിറ്റൽ. എന്നാൽ ശ്രമകരമായ ആ ദൗത്യത്തിൽ വിജയിച്ച് 30-ലേറെ വർഷത്തെ സേവന പാരമ്പര്യവുമായി ആരോഗ്യ സേവന രംഗത്ത് വിജയകരമായി മുന്നേറുന്നു ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഇന്ന് അദ്ദേഹം തന്റെ സകല വിജയങ്ങൾക്കും നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്ന പ്രിയ പത്നിയുടെ ഓർമ്മയ്ക്കായി മേഴ്സി മെമ്മോറിയൽ ഫൗണ്ടേഷൻ ബ്ലോക്ക് എന്ന പേരിൽ ഒരു പുതിയ ഹോസ്പിറ്റൽ ബ്ലോക്ക് നാടിന് സമർപ്പിക്കുന്നു. ജോസ്കോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപകൻ, ഇന്ത്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ സ്ഥാപകൻ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ, അനവധി വിശേഷണങ്ങൾക്ക് അർഹൻ, ഇടപ്പോൺ എന്ന കൊച്ചു ഗ്രാമപ്രദേശത്തെ സ്വന്തം സ്ഥാപനത്തിന്റെ പേരിൽ നാടിനും നാട്ടുകാർക്കും കേരളക്കരയ്ക്കും പരിചയപ്പെടുത്തിയ ബഹുമാന്യനായ ചെയർമാൻ ഡോക്ടർ ജോസ് കോശി ജോസ് സാറിനെ സ്വാഗത പ്രസംഗത്തിനായി ഏറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ സ്നേഹവും ബഹുമാനമുള്ള നല്ലവരായ വാത്സല്യമുള്ള കുഞ്ഞുങ്ങൾക്കും ജോസ്കോ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവും ഒരുപാട് നല്ല ഓർമ്മകൾ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു സന്ദർഭമുണ്ട്. ഇതിൻ്റെ എല്ലാം പിൻപിൽ എന്നോട് ഒരാളിൻ്റെ അസാന്നിധ്യം വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട്. ഞാനൊരു സാധാരണക്കാരിൽ സാധാരണ കുടുംബത്തിൽ ഈ ദേശത്ത് ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം ജന്മഗ്രാമമാണ് ഇടപ്പോൺ. ഈ ഗ്രാമത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച്
വളരെ സതുദ്ദേശത്തോട് 30 വർഷത്തിന് മുൻപ് ഈ പ്രസ്ഥാനം ഇവിടെ തുടങ്ങി. ഇത് തുടങ്ങുവാനൊക്കെ എൻ്റെ കൂടെ നിന്ന്, അതും ഈ എടപ്പോൺ എന്ന ഗ്രാമത്തിൽ തന്നെ ആകണമെന്ന് എന്നെ നിർബന്ധിച്ച്, ആദ്യകാലങ്ങളിലൊക്കെ ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇതിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ പിടിച്ചു നിൽക്കുവാൻ ആവശ്യമേറിയ ത്രാണി ദൈവം കഴിഞ്ഞാൽ എനിക്ക് നൽകിത്തന്നത് എൻ്റെ ഭാര്യ സഹോദരിയായിരുന്നു. ഞങ്ങളൊക്കെ വിദേശ മലയാളികളായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജോലി ചെയ്ത് കിട്ടിയതൊക്കെ സ്വന്തം ഗ്രാമത്തിന് ചെലവഴിച്ച് പലർക്കും പ്രയോജനപ്രദമായ രീതിയിൽ പോകുന്നു. അന്ന് മുതൽ, ഇതിൻ്റെ തുടക്കം മുതൽ ധാരാളം പലതരത്തിലുള്ള വൈദ്യസഹായങ്ങൾ മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലകളിലും വളരെയധികം മുന്നേറുവാനും സഹായഹസ്തം നീട്ടുവാനും മറ്റ് സാമൂഹിക മേഖലകളിലൊക്കെ സാധുക്കളായ നിരാലംബരായ പലരെയും സഹായിക്കുന്നതിനുമൊക്കെ ധാരാളം ചാരിറ്റബിൾ വർക്ക്സൊക്കെ ചെയ്യുവാൻ ദൈവം സഹായിച്ചുകൊണ്ടേയിരുന്നു. ഇന്നും അതിന് ദൈവം ത്രാണി തന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം പിൻപിൽ ദൈവം കഴിഞ്ഞാൽ എന്നെ സഹായിച്ചിട്ടുള്ളത്, എന്നെ ബലപ്പെടുത്തിയിട്ടുള്ളത് മേഴ്സി ആയിരുന്നു എന്നുള്ളത് പരമസത്യമാണ്. എന്നാൽ ഏകദേശം 2.5 വർഷത്തിന് മുമ്പ് എന്നിൽ നിന്ന് വേർപെട്ട നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. എങ്കിലും തുടങ്ങി വെച്ച സത്പ്രവർത്തികളൊന്നും മുടങ്ങാതെ അതിലും കൂടുതൽ മെച്ചമായിട്ട് അവളുടെയും കൂടെ പേരിൽ മേഴ്സി മെമ്മോറിയൽ ഫൗണ്ടേഷൻ എന്നതിൻ്റെ പേരിലും കൂടെ അധികം ചെയ്യുവാൻ ദൈവം ത്രാണി തന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ മേഴ്സി മെമ്മോറിയൽ ബ്ലോക്ക് എന്ന ഒരു പോർഷൻ, ഒരു പുതിയ ബ്ലോക്ക് ഹോസ്പിറ്റലിൻ്റെ ഭാഗമായി പണി തീർക്കുവാനും പണികൾ പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടന വേളയിലാണ് ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹിച്ച് ഇത്രയും പേർ ബഹുമാനപ്പെട്ട മന്ത്രിയും ബഹുമാനപ്പെട്ട MLA ഒക്കെ ഇലക്ഷൻ പ്രചരണത്തിൽ വളരെയധികം ആദ്യമായി ഈ ബെത്തപ്പാടിൽ നടുവിലും നമ്മളുടെ സ്ഥാപനത്തെ സ്നേഹിച്ച് നമ്മളുടെ മധ്യേ കടന്നു വന്ന നമ്മുടെ ബഹുമാന്യനായ മന്ത്രി, ഉള്ളത് പറഞ്ഞാൽ സ്വാഗതം വരേണ്ട കാര്യമൊന്നുമില്ല. ഈ ഇരിക്കുന്നവരെല്ലാം നമ്മുടെ സ്വന്തം നാട്ടുകാരും വീട്ടുകാരും വേണ്ടപ്പെട്ടവരുമാണ്. ഇന്ന്
അവരിതിനു വേണ്ടി വന്ന് പരിചയപ്പെട്ടവരാരുമല്ല. ദീർഘകാലത്തെ സ്നേഹബന്ധങ്ങളും പരിചയങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ വെച്ച് പുലർത്തുന്നവരാണ്. അതിലൊരു പ്രധാന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ശ്രീ പി പ്രസാദ് സാർ. അദ്ദേഹത്തോടുള്ള കടപ്പാട് വളരെയധികം സ്ഥാപനത്തിനുണ്ട്, കുടുംബത്തിനുണ്ട്. ബന്ധപ്പാടിൻ്റെ നടുവിലും ഞങ്ങളുടെ നടുവിൽ ഓടിയെത്തി ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ഇവിടെ കടന്നു വന്ന ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി പ്രസാദ് അവർക്ക് ഈ സ്ഥാപനത്തിൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലുള്ള സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തത് വളരെ ആദരണീയനായ ഞങ്ങളുടെ മാവേലിക്കരയുടെ പ്രിയങ്കരനായ MLA ആണ്. അദ്ദേഹത്തെ അതുപോലെ തന്നെ ദീർഘകാലമായി പരിചയവും സ്നേഹവും നമ്മുടെ സ്വന്തം നാട്ടിലുള്ള ആളുമാണ്. അദ്ദേഹത്തിനും ഈ സ്ഥാപനത്തിനോട് ഒരുപാട് ബന്ധങ്ങളുണ്ട്, കടപ്പാടുകളുണ്ട്, കുടുംബത്തോടുണ്ട്. അതെല്ലാം ഒരു ഭാഗത്ത് സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹവും തക്ക സമയത്ത് ഇവിടെ കടന്നു വന്ന് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായി ഇവിടെ ചെലവഴിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തിനും ഈ സ്ഥാപനത്തിൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലുമുള്ള സ്വാഗതം അർപ്പിക്കുന്നു. നമ്മുടെ ഈ ഗ്രാമത്തിൽ തന്നെ ഉള്ളയാളാണ് ഏവർക്കും സുപരിചിതനായ നമ്മുടെ രാഘവൻ സഖാവ്. അദ്ദേഹം വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായി സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹവും തക്ക സമയത്ത് ഈ സ്ഥാപനത്തെ സ്നേഹിച്ച് കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹവും നമ്മുടെ കുടുംബത്തിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു മെമ്പർ തന്നെയാണ്. നമ്മളെ സ്നേഹിച്ച് തക്ക സമയത്ത് ഇവിടെ കടന്നു വന്ന് ഇതിൽ പങ്കുചേരുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തിനും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലും ഈ സ്ഥാപനത്തിൻ്റെ പേരിലുള്ള സ്വാഗതം അർപ്പിക്കാം. അതുപോലെ നമ്മൾക്ക് ഏവർക്കും സുപരിചിതനായ അഡ്വക്കേറ്റ് ശ്രീ സോളമൻ സാർ. അദ്ദേഹം ആരംഭത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ജോലി ബന്ധപ്പാടിൽ ഇപ്പോൾ പോയി എന്നാണ് കേട്ടത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടുള്ള കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഹരിപ്രസാദ് സാർ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹവും നമ്മളുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ സ്ഥാപനത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ഇപ്പോൾ സമർപ്പിക്കും. ശ്രീകുമാർ സാറാണ് അടുത്തത്. അദ്ദേഹവും കുടുംബമായി വളരെയധികം ബന്ധമുള്ള ആളും നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെ വളരെ വെൽവിഷറും ഏത് സമയത്തും വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ആളുമാണ്. അദ്ദേഹവും തക്ക സമയത്ത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്.
അദ്ദേഹം CPIയുടെ മണ്ഡലം പ്രസിഡൻ്റാണ്. ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറിന് ഈ സ്ഥാപനത്തിൻ്റെ പേരിലും കുടുംബത്തിൻ്റെ പേരിലുള്ള സ്വാഗതം അർപ്പിക്കുന്നു. നമ്മുടെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പായിരിക്കുന്ന ഡോക്ടർ റവറൻഡ് ഷിബു കെ മാത്യു, അദ്ദേഹം ഇതുപോലെ എൻ്റെ കുടുംബത്തിലെ ഒരു മെമ്പർ തന്നെയാണ്. ഞങ്ങളുടെയൊക്കെ വളരെ നല്ല സ്നേഹിതരാണ്. ആത്മാർത്ഥമായി നമ്മളുടെ സ്ഥാപനത്തിനും ഇതിൻ്റെ വളർച്ചയ്ക്കും കുടുംബത്തിനുമൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ തിടുക്കത്തിലും തക്ക സമയത്ത് ഇവിടെ കടന്നു വന്ന് നമ്മുടെ ഈ പ്രവർത്തനത്തെ, പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ മീറ്റിങ്ങിനെ ആശീർവദിക്കുന്നതിനും ആശംസിക്കുന്നതിനുമൊക്കെ കടന്നു വന്നു. അദ്ദേഹത്തോടും പ്രത്യേകാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോടുമുള്ള കടപ്പാട് അറിയിക്കുന്നു. അതോടൊപ്പം ഈ കുടുംബത്തിൻ്റെ പേരിലും ഈ സ്ഥാപനത്തിൻ്റെ പേരിലും സ്വാഗതം ഇപ്പോൾ അർപ്പിക്കുന്നു. ഇവിടെ നമ്മുടെ 3 ഗ്രാമപഞ്ചായത്ത് മെമ്പേഴ്സ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഹോസ്പിറ്റൽ നിൽക്കുന്നത് 1-ാം വാർഡിലാണ്. ഞാൻ താമസിക്കുന്നത് 2-ാം വാർഡിലാണ്. എൻ്റെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് 18-ാം വാർഡിലാണ്. ഇവർ 3 പേരും നമ്മൾക്ക് വളരെയധികം സ്നേഹവും വാത്സല്യമുള്ളവരും നമ്മുടെ കുടുംബമായി വളരെയധികം ബന്ധമുള്ളവരും ഒക്കെയാണ്. ആദ്യമായി 1-ാം വാർഡിലെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി സൗമ്യ മാഡത്തിനെ ഈ സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ സ്വാഗതം ചെയ്തു. അടുത്തത് 2-ാം വാർഡ് മെമ്പർ ശ്രീമതി ബിജി രാജുവിനെ ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. പതിനെട്ടാം വാർഡ് മെമ്പർ ശ്രീ ജയചന്ദ്രൻ അവറുകൾ, അദ്ദേഹത്തെ ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ സ്വാഗതം അർപ്പിക്കുന്നു. ഈ നാട്ടിൽ എല്ലാവർക്കും സുപരിചിതനും ഞങ്ങളുടെ പീഡിയാട്രിക്കിൻ്റെ ഹെഡും സീനിയർ കൺസൾട്ടൻറ്റുമായിരിക്കുന്ന ശശിധര ഡോക്ടർ സ്റ്റേജിലുണ്ട്. അദ്ദേഹത്തിനും ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ സ്വാഗതമരുളുന്നു. ഞങ്ങളുടെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഐരാണിക്കുടി ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ അനിയൻ കുഞ്ഞവറുകൾ, അദ്ദേഹത്തിനും ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ സ്വാഗതമർപ്പിക്കുന്നു. എൻ്റെ സ്വാഗതം വളരെ നീണ്ടുപോകുന്നു. ചിലർ കൂടെ വരുവാനുണ്ട്, അവരെത്തിച്ചേരും. അവർക്കും അഡ്വാൻസായി സ്വാഗതം പറയുന്നു. അതോടൊപ്പം ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഞങ്ങളുടെ നാട്ടുകാർ, സ്നേഹനിധികളായ കുടുംബാംഗങ്ങൾ, ജോസ്കോ ഗ്രൂപ്പിൻ്റെ എല്ലാ മെമ്പേഴ്സ്, ഇവിടെ പഠിക്കുന്ന വാത്സല്യമുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും
സ്ഥാപനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും പേരിൽ ഒരിക്കൽ കൂടെ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. സ്വാഗതം ആശംസിച്ച ചെയർമാൻ ഡോക്ടർ ജോസ് കോശി ജോസറിന് നന്ദി അറിയിക്കുന്നു. സജീവ കലാലയ രാഷ്ട്രീയത്തിലൂടെ കോളേജ് യൂണിയൻ ചെയർമാനായും തുടർന്ന് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ്, CPM തഴക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, CPM മാവേലിക്കര ഏരിയ കമ്മിറ്റി അംഗം, DYFI ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ട്രഷറർ, കേരള യുവജന കമ്മീഷൻ കോർഡിനേറ്റർ, കേരള സർവകലാശാല സെനറ്റ് അംഗം എന്നീ ചുമതലകൾ നിർവഹിച്ച് കേരള നിയമസഭ സാമാജികനാവുകയും റിപ്പോർട്ടർ ചാനലിൻ്റെ സർവേയിൽ ഏറ്റവും മികച്ച നിയമസഭാ സാമാജികനായും മംഗളം ചാനൽ നടത്തിയ സർവേയിൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനു ശേഷം മികച്ച രണ്ടാമത്തെ നിയമസഭാ സാമാജികനായും അംഗീകരിക്കപ്പെട്ട മാവേലിക്കരയുടെ സ്വന്തം MLA ഏറെ ആദരണീയനായ ശ്രീ MS അരുൺകുമാർ അവർകളെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ നമ്മുടെ ഇന്നത്തെ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ, ഏറ്റവും പ്രിയങ്കരനായ കൃഷി വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ P. പ്രസാദ് അവർകൾ, അതോടൊപ്പം തന്നെ ഇവിടെ പ്രയർ ദിയ ചർച്ച് ഓഫ് ഗോഡിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പ് ഡോക്ടർ റവറൻ ഷിബു K. മാത്യു അവർകൾ, ഏറ്റവും പ്രിയങ്കരനായ എല്ലാ കാര്യങ്ങൾക്കകത്തും ഒരു കുടുംബാംഗം എന്നുള്ള നിലയിൽ, മുതിർന്ന അംഗമെന്നുള്ള നിലയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്ന ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ ഡോക്ടർ ജോസ് കോശി ജോർജ് അവർകൾ, CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ K. രാഘവൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ CPI, കോൺഗ്രസ്, BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഡോക്ടർമാർ, ശശിധരൻ ഡോക്ടർ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ ചുമതല എടുത്ത് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആദരണീയരായ ഈ സ്ഥാപനത്തെയും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിലെയും ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പുതിയൊരു അധ്യായം കൂടി രചിക്കുകയാണ്. ഇവിടെ പ്രിയപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ 15 മിനിറ്റ് എന്നുള്ളത് ഇപ്പോൾ 11 മണിയാകാൻ പോവുകയാണ്. മന്ത്രിക്ക് ഇനി തിരിച്ച് ചേർത്തലയിൽ ചെല്ലേണ്ടതാണ്. ഈ സമയം ഓരോ നിമിഷവും വിലപ്പെട്ടതെന്നുള്ള നിലയിൽ ഞങ്ങൾ ഓരോരുത്തരും മാക്സിമം കവർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ദീർഘമായ ഒരു അധ്യക്ഷ പ്രസംഗത്തിലേക്ക് ഈ അവസരത്തിൽ കടന്നു പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും കൂടുതലായി കടക്കുന്നില്ല. പരിചയപ്പെട്ട അന്നു മുതൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരിക്കുന്ന സമയത്ത് തുടങ്ങിയ ബന്ധമാണ്. ആ ബന്ധം നമ്മുടെ വീട്ടിലെ ഒരംഗമെന്നുള്ള നിലയിലേക്ക് എല്ലാ കാര്യങ്ങൾക്കും, നമ്മുടെ ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ, ചില മനുഷ്യരെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ, ചില ജീവിതത്തിന് പ്രത്യേകമായ വെളിച്ചം പകരണമെന്ന് ഉള്ള നിലയിലേക്ക് ഇടപെടുമ്പോൾ അതിനെല്ലാം എന്താ ഇങ്ങ് പോരട്ടെ എന്നുള്ള നിലയിലേക്കൊരു സമീപനമാണ് എപ്പോഴും പ്രിയപ്പെട്ട ജോസ് സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത്തരം ഒരുപാട് ഇടപെടലുകൾ ഈ കാലഘട്ടത്തിനിടയിലെല്ലാം നടന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഹോസ്പിറ്റൽ എന്ന് മാത്രമല്ല, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൂടി ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ തന്നെ നിരവധിയായ വിദ്യാർത്ഥികൾക്ക് പുറത്തുപോയി പഠിക്കാതിരിക്കാൻ കഴിയുന്ന സാഹചര്യം ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രവാസ ജീവിതം, ആ പ്രവാസ ജീവിതത്തിൻ്റെ ഭാഗമായി വരുന്ന സമ്പാദ്യം എല്ലാം അങ്ങനെ ശേഖരിച്ച് വെച്ചാൽ മതി. അങ്ങനെയല്ല, മറിച്ച് സമൂഹത്തിന് കൂടി നന്മയാകുന്ന നിലയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മാറിയിട്ടുള്ളത്. പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി മേഴ്സി അമ്മാമ, പ്രിയപ്പെട്ട അമ്മാമയുടെ അടുത്ത് ഒരുപാട് സമയം പല കാര്യങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ സംസാരിച്ചിട്ടുണ്ട്. സ്നേഹവും ദയയും ഒക്കെയായി ബന്ധപ്പെട്ട് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സമൂഹത്തിൽ ഇടപെടാൻ അമ്മയും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഏത് സമയവും സൂചിപ്പിച്ചിരുന്നു, എനിക്ക് ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കാൻ കഴിയുന്നത്, ഓടാൻ കഴിയുന്നത്, പിൻപിൽ വലിയ ശക്തിയായി നിന്നിട്ടുള്ളത് പ്രിയപ്പെട്ട ജീവിത പങ്കാളിയുടെ ഇടപെടലാണ് എന്ന്
പ്രത്യേകം ഈ സമയത്തും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രിയ പത്നിയുടെ പേരിലാണ് ഈ ബ്ലോക്ക് ആരംഭിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ നാടിൻ്റെ സമഗ്രമായ വികസനത്തിൻ്റെ ഭാഗമായി, ക്ഷേമത്തിൻ്റെ ഭാഗമായി ഈ സ്ഥാപനവും മാറിത്തീരട്ടെ എന്ന് പ്രത്യേകമായി ആഗ്രഹിക്കുന്നു. ഇതുകൊണ്ട് നിർത്തുകയല്ല, കൂടുതൽ ഉയരങ്ങളിലേക്ക് ഈ സ്ഥാപനവും അതുമായി ബന്ധപ്പെട്ട് നിന്ന് പ്രവർത്തിക്കുന്നവർക്കും എല്ലാം മാറാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളും മോനുമെല്ലാം ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നല്ലൊരു സ്ഥാപനമായി ഇത്രയും കാലം നിന്നു. ഇനിയും കൂടുതൽ മികവാർന്ന പ്രവർത്തനങ്ങളുമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ മുകളിലേക്ക് കയറി നോക്കുമ്പോൾ നമുക്ക് തന്നെ പുതിയ ബ്ലോക്കിനകത്ത് അത് കാണാൻ കഴിയും. ആ പുതിയ മാറ്റങ്ങൾ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലയിലേക്ക് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച ഉണ്ടാകട്ടെ. സ്നേഹവും സഹാനുഭൂതിയും കരുണയും ഒക്കെ പ്രിയപ്പെട്ട ചെയർമാൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ ഇനിയും വിപുലപ്പെടും. നമുക്കങ്ങനല്ലേ പറയാൻ കഴിയും, കാരണം വിശാലമായി ചിന്തിക്കാൻ കഴിയുന്ന മനസ്സുള്ള ഒരാളെന്നുള്ള നിലയിൽ അത് കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി ആഗ്രഹിച്ചുകൊണ്ട്, ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ നാടിൻ്റെ തന്നെ വികസനത്തിന്, ഈ നാടിൻ്റെ തന്നെ ക്ഷേമത്തിന്, ഈ നാടിൻ്റെ തന്നെ പുരോഗതിക്ക് കാരണമായിട്ടുള്ള ഈ സ്ഥാപനം ആ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറെ സ്നേഹത്തോടെ നമ്മുടെ പ്രിയങ്കരനായ, ഈ നാടിൻ്റെ തന്നെ പ്രിയങ്കരനായ, ഈ നാട്ടുകാരൻ കൂടിയായ, ചേർത്തലയാണെങ്കിലും നമ്മുടെ നാട്ടുകാരനായ മണ്ണിനെ അറിഞ്ഞ് മണ്ണിൽ കൃഷി ചെയ്ത് ഇക്കാര്യങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കി ഈ 5 വർഷക്കാലം നന്നായി ഇടപെട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാടിനകത്തേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രദേശം തലക്കരയാണ്. തലക്കരയിൽ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ 100 ഏക്കർ എന്ന് പറഞ്ഞ 100 ഏക്കർ കൃഷിസ്ഥലം. ഇപ്പോൾ അവിടെ ഒരു ഹണി പാർക്കിൻ്റെ ഭാഗമായി, ഹോർട്ടികോർപ്പിൻ്റെ ഭാഗമായി നേരത്തെ അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചാണ്. അന്ന് ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരിക്കും, ഞങ്ങളതിനകത്ത് ഇടപെടുന്നുണ്ട്. അവിടെ ആ സ്ഥാപനം നിലനിർത്തുന്നുണ്ട്. ഇന്ന് ആ സ്ഥാപനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഹണി പാർക്കാക്കി മാറ്റാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. അതിനുശേഷം നാഗാലാൻഡ് പോലെയുള്ള സംസ്ഥാനങ്ങൾക്കകത്ത് നിന്ന് ഈ തേനീച്ച വളർത്തലുമായി ബന്ധപ്പെട്ട്, തേൻ സംഭരണവുമായി ബന്ധപ്പെട്ട്, തേൻ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാൻ കഴിയുന്ന ഒരു ഹോസ്റ്റൽ സംവിധാനം ഇപ്പോൾ അവിടെ രൂപപ്പെടുത്തിയത് പ്രിയപ്പെട്ട മിനിസ്റ്ററിൻ്റെ പ്രത്യേകമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട്. കാരണം നാഗാലാൻഡിൽ നിന്ന് ഇവിടെ വന്ന ആളുകൾ പഠിക്കാൻ നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ നിലയിൽ ഒരു സ്ഥാപനം അവിടെ ഉണ്ടാകുന്നു. എള്ള് സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ സംവിധാനങ്ങൾ രൂപപ്പെടുത്താൻ 100 ഏക്കറിനെ ഉപയോഗപ്പെടുത്തി. അങ്ങനെ നിരവധിയായ മാറ്റങ്ങൾ ഈ കാലത്ത് നമ്മുടെ നാടിനകത്ത്, ഞാൻ സംസ്ഥാനത്ത് മൊത്തത്തിലല്ല, നമ്മുടെ നാടിനകത്ത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ താല്പര്യത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന ചില കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. നാടിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കകത്തും എല്ലാ നിലയിലുമുള്ള സുഖദുഃഖങ്ങൾക്കകത്തെല്ലാം, പ്രത്യേകിച്ച് ഇവിടെ പ്രിയപ്പെട്ട ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട മിനിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ പുതിയ ബ്ലോക്കിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ മിനിസ്റ്ററെ സ്നേഹത്തോടെ ക്ഷണിച്ചോളൂ. ജോസ്കോ മൾട്ടീസ്. ആദരണീയനായ അധ്യക്ഷൻ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ MLA CMS അരുൺകുമാർ, ജോസ്കോ ഗ്രൂപ്പിൻ്റെ ആദരണീയനായ ചെയർമാൻ ശ്രീ ജോസ്കോ സി ജോർജ്, ചർച്ച് ഓഫ് ഗോഡിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പ് ആദരണീയനായ ഡോക്ടർ ഷിബു കെ മാത്യു, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മുൻ ദേവസ്വം ബോർഡ് അംഗം, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CK രാഘവൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജേഷ് കുമാർ, CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സോളമൻ, കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ഹരിപ്രസാദ്, CPI മണ്ഡലം സെക്രട്ടറി ശ്രീ ശ്രീകുമാർ, ഇവിടുത്തെ ശിശുരോഗ വിഭാഗത്തിൻ്റെ മേധാവി ആദരണീയനായ ഡോക്ടർ ശശിധരൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ശ്രീ TP ജയചന്ദ്രൻ, ശ്രീമതി സൗമ്യ, ശ്രീമതി ബിജി രാജു, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോയൽ മാത്യു, വേദിയിലും സദസ്സിലുമെല്ലാമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ജോസ്കോ ഹോസ്പിറ്റലിനെ കുറിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യേകിച്ചൊരു വാചകം പറയേണ്ട കാര്യമില്ല. ഇന്നതിനൊരു പുതിയ ബ്ലോക്ക് യാഥാർത്ഥ്യമായി തീർന്നിരിക്കുകയാണ്. ജോസ് ഡോക്ടർ അദ്ദേഹത്തിൻ്റെ
ഭാര്യയുടെ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു സംവിധാനത്തെ ഒരുക്കിയിരിക്കുന്നത്. കേവലമായൊരു സ്മരണ നിലനിർത്തലിന് അപ്പുറത്തേക്ക് അദ്ദേഹം അതിനെ താൻ ചെയ്യുന്ന പ്രവർത്തികളുടെ, സ്നേഹപൂർവമായ പ്രവർത്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാക്കി അതിനെ മാറ്റിക്കൊണ്ടാണ് ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതിലുള്ള വലിയ സന്തോഷമുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോഴും നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു നീറ്റുന്ന ഓർമ്മയായി അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി മേഴ്സിയുടെ ഓർമ്മകളുണ്ട്. ഒരേ സമയം നമുക്ക് ആ ഒരു സമ്മിശ്രമായ വികാരം എന്നെല്ലാം പറയുന്നത് പോലെ അത് നമ്മുടെ മുമ്പിലുണ്ട്. പുതിയ സംവിധാനം ഉണ്ടാകുന്നതിന് സന്തോഷമുണ്ട്. അപ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ ഒരു നീറ്റുന്ന ഓർമ്മയായി അത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ വികാരത്തോടെ കൂടിയിട്ടാണ് ഞാനും ഇവിടെ നിൽക്കുന്നത്. ഔപചാരികമായി ഈ ബ്ലോക്കിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായി അറിയിക്കട്ടെ. മെഴ്സി എന്ന വാക്കിന് കരുണ, ദയ, സ്നേഹം, അനുകമ്പ എന്നെല്ലാം വേണമെങ്കിൽ നമുക്ക് അർത്ഥം കണ്ടെത്താൻ പറ്റും. മെഴ്സി എന്ന് പറഞ്ഞാൽ സഹതാപമല്ല, സഹതാപത്തിനപ്പുറത്തേക്കാണ് ഈ വാക്കുകളെല്ലാം അടയാളപ്പെടുത്തുന്നത് നമുക്കറിയാം. അതിൽ കാരുണ്യപൂർവമായ ഒരിടപെടൽ രോഗപീഡയാൽ വലയുന്നവർക്ക് ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് ചികിത്സിച്ച് ഒരു കാര്യം ഭേദമാക്കുന്ന ആളുകളെ നമ്മൾ ദൈവമാണ് എന്ന് വിളിക്കാറുണ്ട്. ഡോക്ടർമാർ പറയും, അങ്ങ് എൻ്റെ കണ്ട ദൈവമാണ് എന്ന്. നമ്മളുടെ ഒരു ബുദ്ധിമുട്ടിനെ, ഉള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ രണ്ടുപേർ തമ്മിലുള്ള വസ്തുവിൻ്റെ പ്രശ്നമാണെങ്കിൽ ആ പ്രശ്നം തീർക്കുന്ന ഒരാളിനോട് ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാം. പക്ഷേ ഇത് ജീവൻ നഷ്ടപ്പെട്ടു പോകും എന്ന് കരുതുന്ന അവസ്ഥയാണ് രോഗം വന്ന് നമ്മളെ ബാധിക്കുമ്പോൾ ഉണ്ടാവുക. അങ്ങനെ വരുന്നൊരവസരത്തിൽ നമ്മളെ അതിൽ നിന്ന്, മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് ആതുര ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്നവരെ ദൈവത്തെ പോലെ പരിഗണിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരിടം എന്നത് ഒരാശുപത്രിയുടെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതുകൊണ്ട് ആശുപത്രി എന്ന് പറയുന്നത് കേവലമായ ഒരു ചികിത്സാ കേന്ദ്രം എന്നതിനപ്പുറത്തേക്ക് ജീവിതത്തിൻ്റെ പ്രതീക്ഷയിലേക്ക് ഒരാളിനെ കൊണ്ടുപോകുന്ന ഇടമാണ്. രോഗത്തോടുകൂടി വരികയും രോഗമില്ലാതായി പോവുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് വിഷമത്തോടുകൂടി വരികയും ജീവിതത്തിൻ്റെ വലിയ പ്രതീക്ഷയെ ചേർത്ത് വെച്ചുകൊണ്ട് പുറത്തേക്ക് പോകാനും കഴിയുന്നു എന്നുള്ള തരത്തിൽ ഒരാശുപത്രി കെട്ടിടത്തിന് ഈ വലിയ ഉത്തരവാദിത്വവും ഒരു വലിയ ദൗത്യവും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കേവലമായ ഒരു കെട്ടിടത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു വലിയ പ്രതീക്ഷയെ, ജീവിതത്തിനുള്ളൊരു വലിയ പ്രതീക്ഷയെ നൽകുന്ന ഒരിടം എന്ന തരത്തിൽ ആശുപത്രിക്കുള്ള വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന ഏറ്റവും എല്ലാം ഈ ആധുനിക ചികിത്സാ രീതിയിൽ ഒരുപാട് എത്തിച്ചേർന്നിരിക്കുന്ന ഒരിടമാണ് നമ്മുടെ നാട്. നമുക്ക് പുറമേ നിന്ന് പലരും ആരോഗ്യ മേഖലയെക്കുറിച്ച് വലിയ വർത്തമാനങ്ങളൊക്കെ പറയും എങ്കിലും നമ്മുടെ കേരളത്തിൽ ഉള്ള ഇത്രയും സൗകര്യങ്ങളും സംവിധാനങ്ങളും ചികിത്സാ രീതികളും നമുക്ക് വേറെ എവിടെയാണ് പ്രാഥമിക ഇടത്ത് ലഭ്യമാകുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഒരു പഞ്ചായത്തിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉള്ള കേരളമല്ലാതെ ഒരു സംസ്ഥാനവും ഇല്ല എന്ന് മനസ്സിലാക്കുന്നിടത്ത് നിന്നാണ് പതിറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് നമുക്ക് ആ നേട്ടം നേടാനായി എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഉടനെ ആരെങ്കിലും പറയും, അമേരിക്കയ്ക്ക് അപ്പുറം ആണ്. അമേരിക്കയിൽ ഏറ്റവും ആധുനിക ചികിത്സാ രീതികളെല്ലാം നമ്മളെക്കാട്ടിലൊക്കെ വളരെ മികച്ചു നിൽക്കുന്ന ഇടമാണ്. എന്നാൽ പ്രൈമറി മേഖല എങ്ങനെയാണെന്ന് അവിടെ പോയിട്ടുള്ളവരോടും ബന്ധപ്പെട്ടുള്ളവരും ഒന്ന് നിങ്ങളും തിരക്കി നോക്കുക. അവിടെയാണ് നമ്മളുടെ ഒരു മെച്ചവും പ്രത്യേകതയും എല്ലാം കാണുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്കല്ലേ ചികിത്സിക്കാൻ പോകുന്നത്, അവിടെങ്ങളിൽ അതൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ഈ പുതിയ പുത്തൻ രീതികളും ആ ഗവേഷണങ്ങളും എല്ലാം നടത്തി അത്തരം രീതികളെല്ലാം അവർ മുമ്പിൽ നിൽക്കുമ്പോഴും പ്രൈമറി സെക്ടറിന് വലിയ പ്രാധാന്യം. എന്തുകൊണ്ടാണ് ഈ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നതിനെ പ്രാഥമിക മേഖല? ഈ പ്രാഥമിക മേഖല ഇപ്പോൾ എടപ്പോൺ എന്ന് പറയുമ്പോൾ നമ്മൾ വരുന്നത് ഒരു പ്രാഥമിക മേഖല എടപ്പോണിൻ്റെ നമ്മുടെ ചുറ്റുവട്ടം നമുക്കൊരു ആശുപത്രി ഉണ്ടാവുക എന്നുള്ളതാണ്. 100 നാട്ട് ഞങ്ങൾ നിൽക്കുമ്പോൾ 100 നാട്ട് ഒരു പനി വരുമ്പോൾ ചെന്ന് വരാൻ പറ്റുന്ന ഒരു ഇടം അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനൊരു ഇടം എന്നതാണ് ഈ കോവിഡിൻ്റെ പ്രതിരോധ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സഹായകമായി തീർന്നതാണ്. ഈ സെക്ടറിനെ, പ്രൈമറി സെക്ടറിനെ, പ്രാഥമിക മേഖലയെ അത്രമേൽ ഗൗരവത്തിൽ നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അഥവാ PHC, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ എന്ന് പേര് പോലും കൊടുക്കുന്നത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കുക. ഞാനിതെല്ലാം നിങ്ങൾ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു പോകാൻ വരുമ്പോഴുകയല്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ചേരുന്ന ഒരിടമാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രത്യേകത. ഇതിവിടെ
സ്നേഹത്തിൻ്റെയും കരുണയുടെയും എല്ലാം ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ മഹത്വവും എല്ലാം ചേരുന്ന ഒരിടമായിട്ടാണ് ജോസ്കോ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. ഒരുപാട് ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇതെല്ലാം ചേരുന്നത്. തൻ്റെ ജീവിത പങ്കാളിയുടെ ഓർമ്മയെ മനുഷ്യ സേവനത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാക്കി മാറ്റി അതിൻ്റെ പേരിൽ തന്നെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ആ പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം ഏർപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. നമുക്കെല്ലാം ചിലപ്പോൾ ചില വേദനകൾ ഉണ്ടാവാറുണ്ട്. വ്യക്തിപരമായ ഒരു വേദനയെ സമൂഹത്തിൻ്റെ ആശ്വാസം പകരുന്നു നൽകുന്ന ഒന്നായി മാറ്റാൻ കഴിയുക എന്നത് ഒരു വലിയ മനസ്സുള്ളവർക്ക് അത്തരത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഞാൻ വേറെ ഇനി അതിനൊന്നും പറയുന്നില്ല. ആതുര ശുശ്രൂഷ ഒരു എന്താ ഇതിനകത്ത് പറയുക, ആതുര ശുശ്രൂഷ എന്ന് പറയാൻ ഏറ്റവും വലിയൊരു മറ്റേതെങ്കിലും ഒരു തൊഴിൽ എന്ന തരത്തിൽ അല്ല. ചിലപ്പോൾ ഇതിനകത്ത് ഒരുപാട് നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ കൂടി ഉണ്ടെന്നുള്ളത്. ആതുര ശുശ്രൂഷ എന്ന് പറയുന്നത് കേവലമായൊരു തൊഴിൽ എന്നതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തപസ്യയായിട്ടാണ് ആളുകൾ അതിനെ കണ്ടപ്പോഴാണ് ഈ പറയുന്ന തരത്തിൽ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് അതെല്ലാം എത്തുന്ന തരത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് നിങ്ങൾ മുറിവ് കെട്ടിക്കൊടുക്കുന്നത് ഹൃദയം തകർന്നവരുടേതാണ്. നിങ്ങൾ സാന്ത്വനിപ്പിക്കുന്നത് ഏറ്റവും പാവപ്പെട്ടവരും ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുമായിട്ടുള്ള ആളുകളെയാണ് എന്നുള്ള വിവരം നമ്മുടെ എല്ലാം മനസ്സിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അങ്ങനെയുള്ള ആളുകളെ സാന്ത്വനിപ്പിക്കുന്നതിനും അവരെയൊക്കെയും ആശ്വസിപ്പിക്കുന്നതിനുമാണ് നിങ്ങൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ സദൃശ്യവാക്യങ്ങളെല്ലാം ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. യെശയ്യാ പ്രവാചകൻ കൃത്യമായി പറയുന്നുണ്ട് അതിനെക്കുറിച്ചെല്ലാം. നിങ്ങൾ എന്തിനാണ് അയച്ചിരിക്കുന്നത്? നിങ്ങളെ മുറിവുകൾ കെട്ടുന്നതിനും നിങ്ങളെ സാന്ത്വനിപ്പിക്കുന്നതിനും ഇങ്ങനെയുള്ള ആൾക്കാരെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ ജോലിയിലേക്ക് ചേർന്ന് നിൽക്കുന്നവരെ എല്ലാം ഈ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ടാണ് ഏൽപ്പിച്ച് അയച്ചിരിക്കുന്നത് എന്നത് മനസ്സിലുണ്ടാവട്ടെ. അത് മനസ്സിലുണ്ട് എന്നുള്ളതിൻ്റെ പേരിലാണ് ശ്രീ ജോസ്, നമ്മുടെ എല്ലാ ആദരണീയനായ ഡോക്ടർ ജോസ് ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവമായി ഇടപെടുന്നത്. ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. സ്ഥാപനത്തിന് നല്ല ഉയർച്ചകൾ ഉണ്ടാവട്ടെ. സാധാരണ മനുഷ്യർക്ക്, ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രമായി അത് മാറട്ടെ. ജീവിതത്തെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി അങ്ങോട്ട് പോകാൻ, തിരിച്ചു പോകാൻ, ഇവിടുന്ന് വരുന്നവർക്ക് തിരിച്ചു പോകാൻ കഴിയട്ടെ. അതുകൊണ്ട് രോഗത്തിൻ്റെ ശാന്തിക്കപ്പുറത്തേക്ക് സ്വപ്നങ്ങൾ പൂക്കുന്ന ഒരിടമായി, ഭാവിയെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകൾ തളിർക്കുന്ന ഒരിടമായി ഈ പുതിയ ബ്ലോക്കിൻ്റെ കെട്ടിടങ്ങളും അതിനകത്തുള്ള സമയമൊക്കെ കാണുമ്പോഴും തോന്നുന്നതാണ്. അങ്ങനെയെല്ലാം ഉയർന്നു പൊന്തു നിൽക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും മനസ്സിൽ വരുന്നത് ഈ ജോസ്കോ അല്ലെങ്കിൽ ഈ വഴി പോകുമ്പോഴും ജോസാറിനോട് സംസാരം എല്ലാം വരുന്നത് ആദരണീയ ശ്രീമതി മെഴ്സിയുടെ ഓർമ്മകളാണ്, അല്ലെങ്കിൽ ആ മുഖവും എല്ലാമാണ്. മനുഷ്യരോടുള്ള സ്നേഹം ഇവർക്ക് ആർക്കും ഉള്ളതിനേക്കാൾ ഞാൻ പറയും ഏറ്റവും കൂടുതലായി ഉണ്ടായിരുന്നത് ഈ സ്ത്രീക്കായിരുന്നു, ഈ സഹോദരിക്കായിരുന്നു എന്നുള്ളത് പറയാം. അത്രമേൽ ഒരു സ്നേഹപൂർണമായ ഇടപെടലാണ്. ആ വീട്ടിൽ എന്നെല്ലാം കാലെടുത്ത് വെച്ചിട്ടുണ്ടോ അന്നെല്ലാം, മരണത്തിൻ്റെ ദിവസം ഒഴിച്ചാൽ ബാക്കി എല്ലാ ദിവസവും, അതിനു മുന്നേ അവിടുത്തെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള സ്നേഹപൂർണമായ ഇടപെടലാണ്. ആ ഓർമ്മകൾ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തെയും ഒരു പ്രവാഹത്തെ ഈ സ്ഥാപനത്തിൽ നിന്ന് വീണ്ടും മനുഷ്യരിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഒരു വിശ്വാസവും പ്രതീക്ഷയും എല്ലാം ആവുന്നത്. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നൂറനാടിൻ്റെ മണ്ണിൽ നിന്നും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ജോസ്കോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആദരവ് ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർക്ക് നൽകുവാനായി ചെയർമാൻ ഡോക്ടർ ജോസ് കോശി ജോസ് സാറിനെയും ആദരവേറ്റുവാങ്ങാനായി മന്ത്രി പി പ്രസാദ് അവர்களെയും ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ബഹുമാന്യനായ MLA MS അരുൺകുമാർ അവർക്ക് ആദരവ് നൽകുവാനായി ജോസ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരവേറ്റുവാങ്ങാനായി MS അരുൺകുമാർ MLA അവர்களെയും ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ തിടുക്കത്തിലായിരുന്നെങ്കിലും ഈ ചടങ്ങിൽ വന്ന് സംബന്ധിച്ച ബഹുമാനപ്പെട്ട മന്ത്രിക്കും നമ്മുടെ MLA അവർക്കും
ഇരുവർക്കും ഈ കുടുംബത്തിൻ്റെ പേരിലും ഈ ചടങ്ങിൻ്റെ പേരിലും ഈ സ്ഥാപനത്തിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം സഹായിക്കട്ടെ. അടുത്തതായി CPM-ന്റെ കരുത്തുറ്റ നേതാവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ ശ്രീ കെ രാഘവൻ അവർകളെ ഏറെ ആദരപൂർവ്വം ആശംസ അർപ്പിക്കാനായി ക്ഷണിച്ചുകൊള്ളുന്നു. സമയം കുറവായതുകൊണ്ട് എല്ലാവരെയും പേരെടുത്ത് സംബോധന ചെയ്യുന്നില്ല. വേദിയിലുള്ള സർവാദരണീയരായ മഹത്തുക്കളെ, സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, സഹോദരീ സഹോദരന്മാരെ, സ്നേഹിതരെ, എനിക്ക് വളരെ കാലമായി ചിരപരിചിതമായ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ ജോസ് കോശി ജോസ്. നൂറനാടിനെ ലോകത്തിൻ്റെ ഭൂപടത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് മറ്റാരേക്കാളും കൂടുതൽ സംഭാവന ചെയ്തയാളാണ് ഡോക്ടർ ജോസ്. ഇവിടെ പ്രത്യേകമായി ഇടപ്പോൺ ജംഗ്ഷൻ എന്നൊക്കെ പറയുന്നത് ഒരു നിരപ്പലകയിട്ട ഒരു കടയുണ്ടായിരുന്നു, ഒരു അമ്മാമ്മ നടത്തുന്നു. ആ മൂലയ്ക്ക് അവിടെ ഒരു കിണറുണ്ടായിരുന്നു. ആ കിണർ മൂടി അവിടെ കൂടാണ് ഇപ്പോൾ ആ കെട്ടിടം നിൽക്കുന്നത്. ഇതായിരുന്നു ഇടപ്പോൺ ജംഗ്ഷനിലെ പഴയ അവസ്ഥയെന്ന് പറയുന്നത് 80-കൾക്ക് മുമ്പുള്ള. അവിടെയാണ് ഇത്രയും മനോഹരമായി, ഇത്രയും വികസിച്ച്, ഇത്രയും ആളുകൾ വന്നു പോകുന്ന, ഇത്രയും രോഗികൾ വന്നു പോകുന്ന, കുറേ മനുഷ്യർ സഹകരിക്കുന്ന, ഒരുപാട് ആളുകളെ സേവനത്തിൻ്റെയും മറ്റു രംഗത്ത് സഹായിക്കുന്ന ഒരു സ്ഥാപനവും വ്യക്തിയുമായി ഈ ജോസ്കോ ഹോസ്പിറ്റലും സ്ഥാപനങ്ങളും എല്ലാം മാറിയത് വളരെ അഭിമാനത്തോടെ. ഇപ്പോൾ നൂറനാടിൻ്റെ വടക്കൻ ഭാഗത്ത് ഇടപ്പോണ് ഈ ആശുപത്രി എന്ന് പറയുന്നൊരു സംവിധാനം ആദ്യമായി തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഡോക്ടർ ശശി ഡോക്ടറാണ്. ഒരു ശാന്തി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു, അതിപ്പോഴും ഉണ്ട്, ചെറിയ രൂപത്തിൽ അത് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ കോശി ഇവിടെ വന്ന് ജോസ് ഇവിടെ തുടങ്ങിയത് ഈ നാടിന് എന്തുകൊണ്ടും എന്തൊരു പ്രശ്നം വന്നാലും ഓടി വരാൻ പറ്റിയ ഒരു ഇടമായി ഇത് മാറി. അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയുടെ പേരിൽ ഒരു പുതിയ ബ്ലോക്ക് പുതിയതായിട്ട് ആരംഭിക്കുകയാണ്. തീർച്ചയായും ആ മഹതിയെ സംബന്ധിച്ച് ഒരുപാട് പറയാനുണ്ട്. സ്നേഹനിധിയായ ഒരു സഹോദരിയായിരുന്നു മെഴ്സി, ശ്രീമതി മെഴ്സി എന്ന് പറയുന്നത്. അകാലത്തിലാണ് വേർപെട്ട് പോയത്. വല്ലാതെ തളർത്തിയിട്ടുണ്ട് ഡോക്ടറെ ജോസിനെ അവരുടെ വേർപാട് മൂലം. അപ്പോൾ അതെല്ലാം നമുക്ക് ഓർക്കാനുള്ള ഒരുപാട് അവസരം നൽകുന്ന കാര്യങ്ങളാണ്. ഞാൻ വേറെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഈ സമയത്തിൻ്റെ ഒരു പ്രത്യേകത എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ നിൽക്കാനും ഇരിക്കാനും ഒന്നിനും നേരമില്ലാത്ത ഒരു സമയമാണ്. അതുകൊണ്ട് സംസാരിച്ച് നിന്ന് പോകുന്നില്ല. ഈ സ്ഥാപനം വളരെ വളരെ മെച്ചപ്പെട്ട് വളർന്ന് വിശ്വത്തോളം വളരട്ടെ, ഉയരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിക്കും. മേഴ്സി മെമ്മോറിയൽ ബ്ലോക്ക് ഉദ്ഘാടന വേദിയിൽ എത്തിച്ചേർന്ന അഡ്വക്കേറ്റ് ശ്രീനിവാസൻ സാറിനെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ ചടങ്ങിന് ആശംസകൾ അറിയിക്കുവാനായി വേദിയിൽ എത്തിച്ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ഹരിപ്രസാദ് അവർകളെ ആശംസ അറിയിക്കുവാനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള ഏറെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, നമ്മുടെ നാടിന് അഭിമാനകരമായ നിലയിൽ കഴിഞ്ഞ 30 വർഷക്കാലമായി ജോസ്കോ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുകയാണ്. അതിന് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ സൂചിപ്പിച്ചതുപോലെ അതിന് നെടുനായകത്വം വഹിക്കുന്നത് ഡോക്ടർ ജോസ് അവറുകളാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയുടെ സ്മരണയ്ക്കായി
ഇവിടെ ഒരു പ്രത്യേക ബ്ലോക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട ജോസ് ഡോക്ടറുടെ സഹധർമ്മിണിയെ സംബന്ധിച്ച് ഞാൻ 2 തവണ മാത്രമാണ് ആ വീട്ടിലെത്തി നേരിട്ട് കാണുവാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിഥികളെ സൽക്കരിക്കുന്ന കാര്യത്തിൽ മറ്റുള്ളവരോട് വിനയത്തോടും സ്നേഹത്തോടും ഇടപെടുവാൻ കഴിയുന്ന തരത്തിൽ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള അപൂർവമായ സ്ത്രീ വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു ജോസ് ഡോക്ടറെ സഹധർമ്മിണി മേഴ്സി എന്ന് പറയുന്ന വനിത എന്ന് തുറന്ന് സമ്മതിക്കുന്നതിൽ യാതൊരു വിധമായ സംശയവുമില്ല. തീർച്ചയായും മറ്റുള്ളവരോട് സ്നേഹവും ആദരവും പ്രകടിപ്പിച്ച് ഒരു പരിമിതമായ കാലത്ത് മാത്രമാണ് ജീവിച്ചിരിക്കുവാൻ കഴിഞ്ഞത്. ബൈബിൾ വാക്യത്തിൽ പറയുന്നുണ്ട് 70 ഏറിയാൽ 80 എന്ന് മനുഷ്യായുസ്സിനെ സംബന്ധിച്ച് ബൈബിൾ വാക്യം പറയുമ്പോൾ അതിൻ്റെ ഭൂരിപക്ഷം സമയവും ഭൂമിയിൽ ജീവിക്കാൻ കഴിഞ്ഞെങ്കിലും അകാലത്തിലാണ് വേർപെട്ടു പോയത്. പ്രിയപ്പെട്ട സഹോദരിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ബ്ലോക്ക് ഇന്നിവിടെ പണികഴിപ്പിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് സഹധർമ്മിണിയോടുള്ള സ്നേഹവും എക്കാലത്തും ആ ഓർമ്മകൾ തൻ്റെ മനസ്സിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തുടർന്നു വരുന്ന പിൻതലമുറക്കാർക്കും ആ വ്യക്തിയെ ഓർത്തിരിക്കുവാനുള്ള വലിയൊരവസരമായി ഈ സന്ദർഭം മാറുകയാണ്. തീർച്ചയായും ഈ ചടങ്ങിൽ സംബന്ധിക്കുവാൻ ക്ഷണിച്ച ജോസ് ഡോക്ടറോടും ഈ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റിനോടുമുള്ള നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാ സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം ഇവിടെ രാഘവൻ സഖാവൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇടപ്പോണെന്ന പ്രദേശം തികച്ചും കുഗ്രാമമായി യാതൊരുവിധമായ പുരോഗതിയുമില്ലാതെ ഒരു 3 കൂടുന്ന കവല എന്നതിനപ്പുറത്തേക്ക് യാതൊരുവിധമായ പ്രസക്തിയുമില്ലായിരുന്ന ഒരു പ്രദേശം ഇന്ന് ബസ്സുകളുടെ ബോർഡുകളിൽ പോലും ജോസ്കോ ഹോസ്പിറ്റൽ എന്ന് ഈ പ്രദേശത്തു കൂടി കടന്നു പോകുന്ന ബസ്സിൻ്റെ ബോർഡുകളിലൊക്കെ എഴുതി നമ്മുടെ നാടിനെ മറ്റു പ്രദേശങ്ങളിലൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുവാനൊക്കെയുള്ള അവസരം തീർച്ചയായും ഈ ആശുപത്രിയുടെ പുരോഗതി കൊണ്ട് ഉണ്ടായതാണ്. ജോസ് ഡോക്ടറുമായി പലപ്പോഴും സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാറുണ്ട്, തൻ്റെ ചെറുപ്പകാലത്ത് തനിക്ക് 19 വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ നാട് വിട്ടുപോയി ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ നാട് വിട്ടുപോയി ജോലി ചെയ്ത് വിദേശ രാജ്യത്ത് നിരവധി കാലഘട്ടം കുടുംബത്തോടൊപ്പം പ്രയത്നിച്ച് അവിടെ നിന്ന് ലഭിക്കപ്പെടുവാൻ സാധ്യതയുള്ള മുഴുവൻ സമ്പത്തും അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിലൂടെ സമാഹരിച്ച് കൊണ്ടുവന്നാണ് ഇവിടെ ഒരു പ്രസ്ഥാനം ആരംഭിക്കപ്പെട്ടത്. തീർച്ചയായും നമ്മളെല്ലാം ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഉയർച്ചയെ സംബന്ധിച്ച് പുകഴ്ത്തി പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ അദ്ദേഹം സഹിച്ചിട്ടുള്ള ത്യാഗവും പ്രയത്നവും ചെറുതായി നമുക്ക് കാണാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇത് ഏറ്റവും അത്യുന്നതങ്ങളിലേക്ക് ഉയർന്ന് ഈ പ്രദേശത്തിന് ഒരു കിടാവിളക്കായി നിലനിൽക്കുവാൻ ജഗദീശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി മേഴ്സി മെമ്മോറിയൽ ബ്ലോക്കിന്റെ ഉദ്ഘാടന വേളയിൽ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയങ്കരനായ CPI മണ്ഡലം പ്രസിഡന്റ് ശ്രീ ശ്രീകുമാർ MD അവർകളെ ആശംസ അർപ്പിക്കുന്നതിനായി ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും വളരെ തിരക്കിലാണ്, സമയം നീണ്ടുപോകുന്നു. വേദിയിലും സദസ്സിലുമുള്ള ഏറെ പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഇരിക്കുമ്പോഴും ഒരു വലിയ നീറ്റൽ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു സന്ദർഭമാണ്. കാരണം ഞാനത് പറയാൻ കാരണം, ഏറെ തവണ ഡോക്ടറുടെ വീട്ടിൽ പോകുവാനും പ്രിയപ്പെട്ട മേഴ്സിയമ്മയുടെ സ്നേഹം അനുഭവിക്കുവാനും ഇടയായിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒത്തിരി തവണ പോയിട്ടുള്ളപ്പോഴെല്ലാം ആ ഒരു സ്നേഹം അനുഭവിച്ച ഒരാളെന്നുള്ള രീതിയിൽ ഏറെ നീറ്റലും വേദനയും ഈ അവസരത്തിലുണ്ട്. ആ വേദന നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഡോക്ടറെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെ പേരിൽ ആരംഭിച്ചിരിക്കുന്ന ഈ പുതിയ ബ്ലോക്കിന് എല്ലാവിധ ആശംസകളും രേഖപ്പെടുത്തുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നു.
കൂടുതൽ ദീർഘിപ്പിച്ചൊന്നും പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. കാര്യം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട ഡോക്ടറോടും കുടുംബത്തോടും ഞങ്ങളേതാണ്ട് ഒരു കുടുംബ സുഹൃത്ത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. എൻ്റെ വീട്ടിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ പ്രിയപ്പെട്ട ഡോക്ടർ അറിഞ്ഞാൽ ഓടിയെത്താറുണ്ട്. അത്തരം ഒരു കുടുംബ സുഹൃത്ത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനും ഡോക്ടറും പെരുമാറിപ്പോകുന്നത്. അത് തുടർന്നും മുന്നോട്ട് പോകും. എനിക്കിവിടെ സൂചിപ്പിക്കുവാനുള്ളത്, ഈ ഹോസ്പിറ്റൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എല്ലാവരും ആശംസകൾ അർപ്പിച്ചപ്പോൾ പ്രിയപ്പെട്ട ഡോക്ടറുടെ മനസ്സിൽ വലിയൊരാഗ്രഹവുമായാണ് നിലകൊള്ളുന്നത് എന്ന് വളരെ വ്യക്തമായി എനിക്കറിയാം. ജോസ്കോ ഹോസ്പിറ്റലിനെ ജോസ്കോ മെഡിക്കൽ കോളേജാക്കി മാറ്റുവാനുള്ള ഒരു പ്രയത്നത്തിൻ്റെ പുറകിലാണ് പ്രിയപ്പെട്ട ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ ആ പ്രയത്നത്തിന് എന്നും പിന്തുണയുമായി കൂടെയുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. താങ്ക് യു സർ. ശിശുരോഗ പരിപാലന രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കേരളത്തിൽ അറിയപ്പെടുന്ന പീഡിയാട്രീഷ്യൻ എന്ന പേരെടുത്ത ജോസ്കോ ഹോസ്പിറ്റൽ ശിശുരോഗ വകുപ്പ് മേധാവി ഡോക്ടർ ശശിധരൻ സാറിനെ ആശംസകൾ അറിയിക്കുവാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലുള്ള ബഹുമാന്യരെ, സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, ജോസ്കോ ഹോസ്പിറ്റലിൻ്റെ ഒരു കുടുംബ അംഗം തന്നെയാണ് ഞാനിപ്പോൾ. അങ്ങനെ ഒരു കുടുംബ അംഗമായി തീരുന്നത് ഒരു നിയോഗം പോലെ ഞാൻ കാണുന്നു. ഈ ആശുപത്രി 1995 ഉദ്ഘാടനം ചെയ്യപ്പെട്ട സന്ദർഭം എനിക്ക് ഓർമ്മയുണ്ട്. അന്നത്തെ ആരോഗ്യമന്ത്രി ശ്രീ VM സുധീരനാണ് ഉദ്ഘാടനം ചെയ്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വളരെയധികം ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും നേരിട്ടുകൊണ്ടാണ് ഒരു ആശുപത്രി സ്ഥാപിച്ച് പതിറ്റാണ്ടുകളോളം നിലനിന്ന് തുടർന്നും കൂടുതൽ വിഭാഗങ്ങളെ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. നമ്മുടെ ഈ പ്രദേശം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ചെറിയ ഗ്രാമമാണ്. ചുറ്റുപാടും പല വലിയ ആശുപത്രികളാൽ വലയം ചെയ്യപ്പെട്ട ഒരു പ്രദേശമാണ്. എങ്കിലും നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോസ് ഡോക്ടറുടെ ഒരു അർപ്പണ ബുദ്ധിയോടെയുള്ള പ്രയത്നവും ഒരു ഓപ്റ്റിമിസവും ശുഭാപ്തി വിശ്വാസമൊക്കെ കൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനം ഈ നിലയിലിരുന്ന് വളർന്നു വന്നത്. രോഗചികിത്സ എന്നതിനുപരി തന്നെ ഒപ്പം തന്നെ ഇതൊരു മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള കുറേ അധികം കുട്ടികളുമായിട്ട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുവാൻ എനിക്കിടയായിട്ടുണ്ട്. എൻ്റെ ബ്രദറിനുള്ള ഈ സ്ഥാപനത്തിലെ ഒരു അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വൈകിയാണെങ്കിലും ഈ സ്ഥാപനത്തിലെ ഒരു അംഗമായിട്ട് പ്രവർത്തിക്കാനിടയായതിൽ വളരെ സന്തോഷിക്കുന്നു. ഏറ്റവും അഭിമാനപരമായും ഏറ്റവും പ്രശംസിക്കേണ്ടതായി എനിക്ക് തോന്നിയ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, വാർദ്ധക്യത്തിലെത്തിയ ആളുകളുടെ പരിപാലനത്തിന് വേണ്ടി, അവരെ നോക്കുന്നതിന് വേണ്ടി, അവരെ സേവിക്കുന്നതിന് വേണ്ടി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനങ്ങളാണ്. പാലിയേറ്റീവ് കെയർ ആയാലും മറ്റു തരത്തിലുള്ള ഓൾഡ് ഏജ് കെയർ ആണെങ്കിലും ഇവിടെ ഇന്ന് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായി തീർന്നിട്ടുണ്ട്. അങ്ങേയറ്റം ജീവകാരുണ്യപരമായതും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യം വേണ്ടതുമായ ഒരു ജീവകാരുണ്യ പ്രവർത്തനം തന്നെയാണത്. ഈ രംഗത്ത് കുറേയൊക്കെ അനുഭവ സമ്പത്തുള്ള എനിക്ക് അതിൻ്റെ ഒരു അർത്ഥവ്യാപ്തി നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. മറ്റു പല ഓൾഡ് ഏജ് ഹോമുകളിലും അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ ഹോമുകളിലും ഒക്കെ ഉള്ളതിനേക്കാൾ വ്യക്തിയധിഷ്ഠിതമായ ഒരു പരിചരണവും ശ്രദ്ധയും നൽകുവാനുള്ള ഒരു അവസരം ഈ സ്ഥാപനത്തിലുണ്ട്. അത് കൊണ്ട് തന്നെയാണ് ഈ വിഭാഗം ഇന്ന് ഇതിൽ നന്നായി പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ പ്രശംസിക്കേണ്ടതാണ് ഈ ഒരു ചെറിയ പട്ടണത്തിൽ, ഒരു ഗ്രാമത്തിൽ നമുക്ക് ഡയാലിസിസ് സേവനങ്ങൾ ലഭ്യമാണ് എന്നുള്ളത്. കൂടുതൽ ആളുകൾ ഇന്ന് ഡയാലിസിലേക്ക് എത്തിച്ചേരുകയും അതിനുവേണ്ടി ഊഴം കാത്തിരിക്കുകയും ചെയ്യേണ്ട സ്ഥിതിയുണ്ട്. അവർക്ക് നമ്മുടെ തൊട്ടടുത്ത് തന്നെ അങ്ങനെയൊരു സ്ഥാപനം ഉണ്ടായത് വളരെ നല്ലൊരു കാര്യമാണ്.
പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആയാലും മറ്റേത് സ്പെഷ്യാലിറ്റി ആയാലും നമുക്ക് അധികമൊന്നും ദൂരം പോകാതെ ഇവിടെ തന്നെ നമുക്ക് ഒരു സേവനം ലഭിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ ഈ മാനേജിങ് ഡയറക്ടർ ജോസ് ഡോക്ടറുടെ ഒരു അർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തന ഫലമാണ്. ഏതൊരാളാണെങ്കിൽ പോലും തളർന്നു പോകാവുന്ന തരത്തിലുള്ള വിയോഗം ഉണ്ടായപ്പോഴും തളരാതെ സ്ഥൈര്യബോധത്തോടെ ഉറച്ചു നിന്ന് ഇതിനെ ആ വിയോഗപ്പെട്ട മഹതിയുടെ നാമധേയം ചിരസ്മരണീയമാകാൻ വേണ്ടിയുള്ള ഒരു സ്മാരകമായി ഇതിനെ ഉയർത്താൻ വേണ്ടിയും അദ്ദേഹത്തിന് മനസ്സുണ്ടായി. എല്ലാ തരത്തിലും ഈ ഒരു സ്ഥാപനം ഉത്തരോത്തരം പുരോഗതിയിലേക്ക് നീങ്ങട്ടെ എന്നും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ നാടിനും വീണ്ടും പല മേഖലകളിലും തനതായ സംഭാവനകൾ നൽകാൻ കഴിയട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. നന്ദി. നമ്മുടെ നൂറിനാട് ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡ് മെമ്പറായ ശ്രീ TP ജയചന്ദ്രൻ അവർകളെ ഏറെ ആദരപൂർവ്വം ആശംസ അർപ്പിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യരായ വ്യക്തികൾ ജോസ്കോ ഹോസ്പിറ്റലിൻ്റെ ഇന്നത്തെ വളർച്ചയെ സംബന്ധിച്ച് നന്നായി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ രാവൻ സാർ സൂചിപ്പിച്ചു, ഇടപ്പോൺ ജംഗ്ഷൻ വളരെ കുഗ്രാമമായി കിടന്ന ഒരു പ്രദേശമാണ്. അവിടെ ഇന്ന് നമ്മൾ ഈ കാണുന്ന വളർച്ചയിലേക്ക് എത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ജോസാറ് നമുക്കെല്ലാം എപ്പോഴും സഹായവും സഹകരണമായി നിൽക്കുന്ന ജോസാറ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എനിക്ക് അങ്ങേയറ്റം സഹായം, അത് സാമ്പത്തികമായാലും മറ്റു രീതിയിലായാലും എല്ലാ രീതിയിലും എനിക്ക് സഹായം നൽകി എന്നോടൊപ്പം നിന്ന സാറാണ്. എല്ലാ ദിവസവും എന്നെ വിളിക്കുകയും പറ്റുന്നെങ്കിൽ ഞാൻ ദിവസവും വരാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് തിരക്കുള്ളത് കൊണ്ടാണ്, എന്നാലും ഞാൻ വരാൻ പറ്റുന്ന സമയങ്ങളെല്ലാം വരാറുണ്ട്, എന്നെ വിളിക്കാറുണ്ട്, എൻ്റെ വിജയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാറുണ്ട്. അത്തരത്തിൽ എന്നോട് വളരെ സ്നേഹവും ആദരവും കാണിക്കുന്ന നമ്മുടെ ജോസാറിന് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനും എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സർ. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലൂടെ നൂറനാട് ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി സൗമ്യ ആറിനെ ആശംസകൾ അറിയിക്കുവാനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ വളരെ നന്നായിട്ട് തന്നെ എനിക്കറിയാം. കുറച്ച് നാളുകളെങ്കിലും ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ ഓടി ഹോസ്പിറ്റലിലോട്ട് ചെല്ലുമ്പോൾ രോഗത്തിനേക്കാൾ അവരുടെ മാനസികാവസ്ഥ വളരെ ബുദ്ധിമുട്ടിലായിരിക്കും. കാരണം അവർക്കൊരു അസുഖം വന്നല്ലോ എന്നവർക്ക് ആ രോഗിയുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം കാണും. അവരെ പരിചരിക്കുന്നത്, അതിലേറെ എഫർട്ട് എടുക്കുന്ന ഡോക്ടേഴ്സും നേഴ്സുമാരും, ആ നേഴ്സിംഗ്മാരെ വാർത്തെടുക്കുന്ന ഒരു നേഴ്സിംഗ് കോളേജ് ഇവിടെ പ്രവർത്തിക്കുന്നതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നൂറനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഏത് ഭാഗത്തായാലും ആർക്കൊരു അസുഖം വന്നാൽ അവർ ഏറ്റവും ആദ്യം ആശ്രയിക്കുന്നത് ജോസ്കോ ഹോസ്പിറ്റലാണ്. ഞാൻ ഇവിടെ വന്ന നാൾ മുതൽ തന്നെ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് വളരെയേറെ നല്ല രീതിയിലുള്ള അറിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ജോസ് സാറിനെ കുറിച്ചും സാറിൻ്റെ പ്രിയ പത്നിയെക്കുറിച്ചും ഒക്കെ അറിയാൻ കഴിയുമ്പോൾ ഞാനും എപ്പോഴും ഇത്രയും നല്ലൊരു വ്യക്തിത്വത്തിനുടമയായ ആ മേഡത്തിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ആ ഒരു പാത പിന്തുടരണമെന്ന് ആഗ്രഹമുണ്ട്. എത്രത്തോളം സാധിക്കുമെന്നൊന്നും അറിയത്തില്ല, കാരണം അത്രയും നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ്. ആ മേഡത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ബ്ലോക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ വേദിയിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയേറെ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും എനിക്കേറെ അഭിമാനമുണ്ട്. ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു രോഗമായിട്ട് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ എല്ലാ സ്റ്റാഫുകളും നമ്മളെ കെയർ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതൊരു റിസപ്ഷൻ മുതൽ തുടങ്ങുവാണ്. ആ ഒരു
കെയർ ഇവിടെ നല്ല രീതിയിലുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് എല്ലാവരുടെയും സമയക്കുറവും എല്ലാവർക്കും പല രീതിയിലുള്ള തിരക്കുകളും കാരണം വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ നൂറനാട് ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പറായ ശ്രീമതി ബിജു രാജു അവർകളെ ഏറെ ആദരപൂർവ്വം ആശംസ അർപ്പിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാനിയരെ, ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആദ്യമായി ഓർക്കുന്ന, ഞാൻ ഇലക്ഷനിൽ നിന്ന സമയത്ത് ആദ്യമായി ജോസാനെ കാണാനൊന്ന് പോയി. അന്നാണ് ആദ്യമായിട്ട് ഞാൻ ഇവിടെ അടുത്താണെങ്കിലും വീട്ടുകാരാണെങ്കിലും ആദ്യമായി സംസാരിക്കുന്ന അന്നാണ് പുള്ളിയുടെ ആ ഒരു സ്നേഹവും മനുഷ്യനോട് ഇടപെടുന്ന ആ രീതികളും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ്. പിന്നെ ഇന്ന് ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ച ജോസാൻ ആദ്യമേ തന്നെ നന്ദി പറയുന്നു. ഇങ്ങനൊരു വേദിയിൽ എനിക്ക് കിട്ടിയ ഒരവസരം അത് ഞാനും ഒഴിവാക്കരുതെന്ന് തന്നെ കണ്ട് സമയമുണ്ടാക്കി ഞാൻ വന്നതാണ്. അത് എനിക്ക് ഭയങ്കര സന്തോഷമായി ആ അച്ചായൻ എന്നെ ക്ഷണിച്ചതിൽ. പിന്നെ സാധാരണക്കാർക്ക് ഓടി വന്ന് കയറാവുന്ന ഒരു ഹോസ്പിറ്റലാണ്. നമ്മുടെ സാമ്പത്തികം കുറഞ്ഞവർക്കും ഇവിടെ എല്ലാവിധമായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ പ്രവർത്തിക്കുന്ന ഡോക്ടർ ശശി സാർ പറഞ്ഞ പോലെ പാലിയേറ്റീവ് സെൻറ്റർ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ പോകുന്നു. ഞാൻ പലവട്ടവും അതിൽ വന്ന് സന്ദർശിച്ചിട്ടുണ്ട്. ആശ്രയമില്ലാത്തവരെ നോക്കുന്ന ഒരിടം, അതാണ് ഇന്നത്തെ സമൂഹത്തിന് നമുക്ക് വേണ്ടിയ ഒരു സ്ഥാപനമാണ്, ഒരു ഇടമാണത്. അതുപോലെ തന്നെ ഡയാലിസിസ് യൂണിറ്റും, എൻ്റെ ഭർത്താവും ഇവിടുത്തെ ഡയാലിസിസ് യൂണിറ്റിലെ ഒരു പേഷ്യൻ്റായിരുന്നു. അവിടെ നിന്നൊക്കെ നല്ല കെയറാണ് പുള്ളിക്കാരനും കിട്ടിയത്. എല്ലാം കൊണ്ടും നന്നായിരിക്കുന്നു. ഇപ്പം മേഴ്സി മാമയുടെ നാമത്തിൽ ഓർമ്മയിൽ വെച്ചിരിക്കുന്ന പുതിയ ബ്ലോക്കിനും ഈ ഹോസ്പിറ്റലിനും എൻ്റെ എല്ലാവിധമായ പ്രാർത്ഥന ആശംസകൾ. താങ്ക് യു മാഡം. ജോസ്കോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് ലീഗൽ അഡ്വൈസറായി വർഷങ്ങളായി നിയമസഹായം നൽകി വരുന്ന അഡ്വക്കേറ്റ് ശ്രീനിവാസൻ സാറിനെ ആശംസകൾ അറിയിക്കുവാനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ഡോക്ടർ ജോസ്കോ സി ജോർജ്, രാഹുൽ സഹാവ് ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, സുദീർഘമായ ഒരു ആശംസാ പ്രസംഗം തീർച്ചയായും ഒരു അധിക പ്രസംഗമാണെന്ന് എനിക്കറിയാം, പ്രത്യേകിച്ചും ഈ വൈകിയത്. ഇവിടെ ഡോക്ടർ ജോസ്കോ സി ജോർജ് സാറിനെ കുറിച്ചിട്ട് ഇവിടെ അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ട് മാത്രം പടുത്തുയർത്തിയൊരു സ്ഥാപനം. പക്ഷേ അദ്ദേഹത്തിനൂടെ പല കാര്യത്തിനകത്തും ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെയധികം കഷ്ടപ്പാടുകളും വെല്ലുവിളികളും സത്യത്തിൻ്റെയും നീതിയുടെയും ധർമ്മത്തിൻ്റെയും പടവാൾ ഉപയോഗിച്ച പടവുരുതിയാണ് അദ്ദേഹം ഈ സ്ഥാനത്തേക്ക്, ഈ പ്രസ്ഥാനത്തിനെ കൊണ്ടെത്തിച്ചിട്ടുള്ളതെന്ന് പലർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഈ വഴിയെ സംസാരിക്കുന്നില്ല. എല്ലാവരും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി മേഴ്സി മാഡത്തിനെ കുറിച്ചിട്ട്, സ്നേഹത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴും സത്യത്തിൽ ഞാൻ മാറി എൻ്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണീർ പൊഴിക്കുകയായിരുന്നു, മറ്റൊന്നും കൊണ്ടല്ല. ഡോക്ടർ ജോസ്കോ സി ജോർജ് അവർ ഒരു ദിവസം എൻ്റെ ഓഫീസ് വന്നപ്പോൾ ഞാനത് അല്പം വിഷമിച്ചിരിക്കുകയായിരുന്നു. കാര്യങ്ങളെല്ലാം ഞാൻ അദ്ദേഹത്തിനെ പറഞ്ഞ് ബോധ്യപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ 6:30 മണിയായപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. ശ്രീനിവാസ സാർ, യാതൊരു കാരണവശാലും വിഷമിക്കരുത്. മേഴ്സി പറഞ്ഞു സാറിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഒരു വാക്കുപോലും വിടാതെ ഡോക്ടർ ജോസ്കോ സി സാറ് എനിക്ക് സാധിച്ചു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനൊക്കാത്ത ആ സ്നേഹതിഥിയുടെ ആ അഭിപ്രായം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ആത്മാവിൻ്റെ മുൻപിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, സ്വന്തം സഹധർമ്മിണിയുടെ നാമധേയം ജീവിതകാലം മുഴുവനും ലോകം മൊത്തം അറിയുവാനും അവിടം കണ്ട് മടങ്ങി സന്തോഷത്തിൽ പോകാനും വേണ്ടി പണികഴിപ്പിച്ച ആ താജ്മഹലിനെ പോലെ ശ്രീ മേഴ്സി മാഡത്തിൻ്റെ നാമധേയം എന്നേക്കുമായി ഓർമ്മിക്കുവാൻ, ആ സ്നേഹനിധിയെ എന്നേക്കുമായി ഓർമ്മിക്കുവാൻ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ മെഴ്സി മെമ്മോറിയൽ ബ്ലോക്ക് ഈ നാട്ടിലെ മറ്റൊരു താജ്മഹലായിട്ട് ഈ ജനത്തിൻ്റെ മുമ്പിൽ എന്നും വിലസട്ടെ,
അതിന് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്നാൽമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ വേദിയിൽ പങ്കെടുക്കുന്ന അവസരം തന്നതിന് ഡോക്ടർ ജോസ്കോ സി ജോർജ് അവരോടും മറ്റുമുള്ള എൻ്റെ സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ നന്ദി രേഖപ്പെടുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ഈ ചടങ്ങ് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച ചർച്ച് ഓഫ് ഗോഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പ് റെവറൻഡ് പാസ്റ്റർ ഡോക്ടർ ഷിബു കെ മാത്യു അവർകളെ ആശംസാ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും അനുഗ്രഹീതമായ ഈ സമയത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ നാടിന് ഏറ്റവും വിലപ്പെട്ട സംഭാവനകൾ നൽകുവാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അതുപോലെ ഇന്ത്യയുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മെഡിക്കൽ ഫീൽഡിൽ വിദ്യാഭ്യാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന അനേക കുഞ്ഞുങ്ങൾക്ക് അവരുടെ വീടുകൾക്ക് ഒരനുഗ്രഹമായി പ്രവർത്തിക്കുന്ന സ്കൂൾ ഓഫ് നേഴ്സിംഗ്, അങ്ങനെ വിവിധ സ്ഥാപനങ്ങൾ, അതെല്ലാം നമ്മുടെ നാടിന് ഒരു അനുഗ്രഹം തന്നെയാണ്. ചികിത്സാ ചെലവുകൾ മറ്റും വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഹോസ്പിറ്റലിൽ പോകുവാൻ മനുഷ്യൻ ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്ന ഒരവസ്ഥയിൽ ഇവിടെ വരുന്നവർക്ക് ഒരാശ്വാസമായി അവർക്ക് മിതമായ നിരക്കിൽ ചികിത്സ ചെയ്തു കൊടുക്കത്തക്ക നിലയിൽ, സൗജന്യ ചികിത്സയ്ക്ക് അർഹരായവർക്ക് വേണ്ടി അങ്ങനെ ക്രമീകരിക്കത്തക്ക നിലയിൽ എല്ലാം ഈ സമൂഹത്തിന് ഒരനുഗ്രഹമായി ഈ ഹോസ്പിറ്റൽ ദീർഘവർഷങ്ങളായി പ്രവർത്തിക്കുന്നുവല്ലോ. ഇത്രയും ചെറിയ, ഇവിടെ ബഹുമാനപ്പെട്ട സഖാവൊക്കെ ഓർപ്പിച്ചതുപോലെ ഒന്നുമില്ലാതിരുന്ന ഈ ജംഗ്ഷനിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്ന് പന്തളം, ചെങ്ങന്നൂർ ഇങ്ങനെയുള്ള സിറ്റികൾ അടുത്തടുത്തുള്ള ഈ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ സ്ഥാപിക്കുമ്പോൾ ഒരുപക്ഷെ 100 ചിന്തകൾ ഉള്ളിൽ ഉയർന്നു കാണും. എന്തായിരിക്കും ഇതിൻ്റെ ഭാവി? ഈ ചെറിയൊരു ഗ്രാമത്തിൽ ഇത്രയും വലിയൊരു സംവിധാനത്തിന് മുന്നോട്ട് പോകുവാൻ കഴിയുമോ? ഇതൊക്കെ അവരുടെ പ്രിയപ്പെട്ടവരുടെ ഉള്ളിലുണ്ടായെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ഇത്രത്തോളം ഇത് മുന്നോട്ട് കൊണ്ടുവന്നത് തികഞ്ഞ ദൈവവിശ്വാസവും നല്ല മനസ്സിൻ്റെ ഉടമകളും ആയിരുന്നതുകൊണ്ട് മാത്രമാണ്. നമ്മുടെ ഹൃദയത്തിലൊരു നന്മയുണ്ടെങ്കിൽ, ഒരു നല്ല ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്നു ആ ചിന്തയെ സഫലീകരിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്ത നല്ലതാണെങ്കിൽ, മനസ്സിൻ്റെ ചിന്ത നല്ലതാണെങ്കിൽ, അത് ശൂന്യതയാണെങ്കിൽ പോലും ദൈവം ആ ചിന്തയെ സഫലീകരിക്കും. അതാണ് ഈ 30ാമത്തെ വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ വലിയ വളർച്ച ഈ ദേശത്തിന് മാത്രമല്ല നമ്മുടെ നാടിന് മൊത്തം ഒരനുഗ്രഹമാക്കി ദൈവം ഈ സ്ഥാപനത്തെ നിർത്തിയിരിക്കുന്നത്. മാരക രോഗങ്ങൾ ഇന്ന് വളരെ ശക്തമായിക്കൊണ്ടിരിക്കുക. മനുഷ്യനെ ഇന്ന് ഏറ്റവും അധികം അലട്ടുന്നത് അവരുടെ ശരീരത്തിലുള്ള രോഗമാണ്. പണ്ടൊക്കെ ആണെങ്കിൽ 50 60 വയസ്സൊക്കെ കഴിഞ്ഞാൽ മതി എന്നായിരുന്നു. എന്നാൽ ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഡയബറ്റിക്സ് അങ്ങനെയുള്ള രോഗങ്ങൾക്ക് കുഞ്ഞുങ്ങൾ മുതൽ ഇന്ന് അടിമകളാണ്. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിൽ നമ്മൾ എത്തിയിരിക്കുക. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന സമൂഹത്തിൽ നിന്ന് ഏറ്റവും അധികം പ്രസക്തിയുള്ളത് രോഗനിവാരണത്തിന് ആവശ്യമുള്ള സംവിധാനങ്ങളാണ്. നമ്മുടെ ഗവൺമെൻറ്റൊക്കെ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ മന്ത്രിയൊക്കെ ഓർപ്പിച്ചുവല്ലോ. രോഗനിവാരണത്തിന് ആവശ്യമുള്ള സംവിധാനങ്ങൾ അങ്ങനെയാണെങ്കിൽ ജോസ്കോ ഹോസ്പിറ്റൽ എല്ലാ നിലകളിലും ഈ സമൂഹത്തിനൊരനുഗ്രഹമായി തീരും എന്നുള്ളതിൽ സംശയമില്ല. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ വരുന്നവർ അത്ഭുത രോഗസൗഖ്യം കൂടി, രോഗശാന്തി കൂടി അനുഭവിക്കുന്ന ഒരിടമായി, മരുന്നുകൾക്കപ്പുറത്ത് പ്രവർത്തിക്കുന്ന രോഗശാന്തിയുണ്ട്. അതാണ് ഞാൻ വിശ്വസിക്കുന്ന ബൈബിൾ പഠിപ്പിക്കുന്നത്. മരുന്നുകൾക്കപ്പുറത്ത് ദൈവം അത്ഭുതം ചെയ്യും. അത് വൈദ്യശാസ്ത്രത്തെ അടിച്ചമർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്നതല്ല. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എഴുതിയതിൽ രണ്ടാമത്തെ ബൈബിളിൻ്റെ ഓർഡറിൽ രണ്ടാമത്തെ സുവിശേഷം ലൂക്കോസിൻ്റെ സുവിശേഷം അത് എഴുതിയതൊരു ഡോക്ടറായിരുന്നു. ഡോക്ടർ ലൂക്കായിരുന്നു അതിൻ്റെ എഴുത്തുകാരൻ. അദ്ദേഹം യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നത് കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഒരു ഡോക്ടർ തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കപ്പുറത്ത് സൗഖ്യമാക്കുന്ന ഒരു യേശുവിൻ്റെ ശക്തിയിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ജോസ്കോ ഹോസ്പിറ്റലിൽ കടന്നു വരുന്നവർക്ക് അവരറിയാത്ത ഒരു സൗഖ്യം കൂടി, ഒരു അത്ഭുത സൗഖ്യം കൂടി ഇവിടെ വെളിപ്പെടുന്ന ഒരിടമാക്കി ദൈവം തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മേഴ്സി മാമ അനേകർക്കൊരനുഗ്രഹമായിരുന്നു, സമൂഹത്തിനൊരനുഗ്രഹമായിരുന്നു. ഡോക്ടർ ജോസ് കോശി, ജോർജ് അവർകൾ, അതുപോലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഡോക്ടർ ഫേബ ഒക്കെ ഒരു അനുഗ്രഹമായിരുന്നു. ഡോക്ടർ ജോയൽ, ആ കുടുംബത്തെ ദൈവം
ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ സമൂഹത്തിന് വീണ്ടും അനേകർക്കൊരാശ്രയമായി, ഒരാശ്വാസമായി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇവിടെ വരുന്ന രോഗികൾ, ഈ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, എല്ലാവർക്കും ഈ സ്ഥാപനം തുടർന്നും ഒരു അനുഗ്രഹം ആയി തീരട്ടെ. വളരെ പെട്ടെന്ന് തന്നെ, അധിക നാളുകളായിട്ടില്ല മേഴ്സി മാമ കടന്നുപോയിട്ട്, വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ബ്ലോക്ക് ക്രമീകരിച്ച് നാമകരണം ചെയ്യുവാനൊക്കെ ജോസാറിന് ദൈവം സഹായിച്ചുവല്ലോ. അനേകർക്കൊരനുഗ്രഹമായി ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റത്തുകാല കുടുംബം അദ്ദേഹത്തിൻ്റെ കുടുംബമാണ്, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുടുംബമാണ്. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനം ചർച്ച് ഓഫ് ഗോഡ് പ്രസ്ഥാനമാണ്. ഞാൻ അതിൻ്റെ അസിസ്റ്റൻ്റ് ഓവർസിയറാണ്. എനിക്ക് മുകളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പുണ്ട്. ഒരു ചെറിയ പെശക പ്രിൻറ്റിങ്ങിൽ പറ്റിയിട്ടുണ്ട്. ഞാൻ അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പാണ്. അങ്ങനെ ഞങ്ങളുടെ സ്ഥാപനത്തിന് മറ്റത്തുകാല കുടുംബം ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അദ്ദേഹത്തിൻ്റെ ഡോക്ടറുടെ സഹോദരൻ ജോസഫ് മറ്റത്തുകാല ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. പ്രിയ ജോയ് ചായൻ, സഹോദരിമാർ, അവരെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ചടങ്ങിൽ എന്നെ ക്ഷണിച്ചതിൽ ഞാൻ നന്ദി കരേറ്റുന്നു. ചർച്ച് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും തുടർന്നും ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് നേരുന്നു. ഇതൊരു മെഡിക്കൽ കോളേജായി ഉള്ളിലെ ആഗ്രഹം പോലെ, ഇവിടെ പലരും ആശംസിച്ചതുപോലെ ദൈവം ഇതിനെ വളർത്തി അനേകർക്ക് ഒരാശ്വാസമായി ഇത് ഈ സ്ഥാപനത്തെ ദൈവം തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ മേഴ്സി മെമ്മോറിയൽ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്നത് ബഹുമാന്യനായ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോയൽ മാത്യു തോമസ് സാറാണ്. ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന നമ്മുടെ ഈ ഹോസ്പിറ്റലിലാണ് ഇടപ്പോൾ നിവാസികൾ എന്ത് എമർജൻസി വന്നാലും ഓടിയെത്തുന്നത്. ചാർജ് എടുത്ത് വളരെ കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ തന്നെ താൻ പഠിച്ച മെഡിക്കൽ സയൻസിൻ്റെ അതിനൂതനമായ ആശയങ്ങൾ ഓരോന്നോരോന്നായി ജോസ്കോ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കിക്കൊണ്ടും സൗജന്യമായ ജനോപകാരപ്രദമായ അനേകം ആരോഗ്യ പ്രവർത്തന പദ്ധതികൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സംഘടിപ്പിച്ചുകൊണ്ടും ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെ നയിക്കുന്ന മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോയൽ മാത്യു തോമസ് സാറിനെ ചടങ്ങിന് നന്ദി അറിയിക്കുവാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. Respected Honorable Minister Sri P. Prasad, respected Sri M.S. Arun Kumar, MLA, Reverend dignitaries, distinguished guests, ladies and gentlemen, good morning to all. It is my proud privilege to propose the vote of thanks on this momentous occasion, the inauguration of the Mercy Memorial Block at Josco Multispeciality Hospital. At the outset, I thank God Almighty for His abundant grace that has made this possible. We express our deep gratitude to our Chief Guest Sri P. Prasad for inaugurating this new block and for his encouraging words. Our sincere thanks to Sri M.S. Arun Kumar, the MLA, for presiding over this function and for his continued support. We are grateful to Dr. Reverend Shibu K. Matthew for invoking God's blessings, and to Dr. Jose Koshi George, our chairman, for his warm welcome. I extend heartfelt thanks to all the respected dignitaries and public representatives who have shared their felicitations and enriched this gathering. My sincere appreciation to our management, our doctors, our staff, our nurses, and every individual who has worked tirelessly behind the scenes to make this inauguration possible. Finally, I thank each one of you gathered here today. Your presence truly adds immense meaning to this occasion and strengthens our commitment to serve the community with compassion and excellence. God bless you all, and thank you. Thank you, sir. അഭിമാനപൂരിതമായ ഈ ചടങ്ങ് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന റെവറൻ പാസ്റ്റർ അനിയൻ കുഞ്ഞ്, ചർച്ച് ഓഫ് ഗോഡ് ഐറാണിക്കുടി അവർകളെ മഹനീയമായ ഈ ചടങ്ങ് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുവാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആശീർവാദത്തിനുമായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നാൽ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ,
അനുഗ്രഹിക്കപ്പെട്ടതും വിലയേറിയതുമായി നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഈ ഹോസ്പിറ്റലിനെ ഇത്രത്തോളം ദൈവം ദേശത്ത് അനുഗ്രഹിച്ചു. അങ്ങയുടെ വിലയേറിയ സാന്നിധ്യം ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിൽ ഇതുവരെയും ഉണ്ടായിരുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ സ്ഥാപനം തുടങ്ങിയ കാലം മുതൽ അങ്ങയുടെ ദാസൻ ജോസ് കോശി ഡോക്ടർ സാറ് വളരെ ശക്തമായി, വളരെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് പ്രവർത്തനം ആരംഭിച്ച സമയം മുതൽ ഇതുവരെയും കർത്താവിൻ്റെ ദാസനോട് അവിടുത്തെ കൃപ കൂടെയിരുന്നു. അത്ഭുതകരമായി വഴി നടത്തി. അങ്ങയുടെ സ്നേഹത്തിനും കരുതലിനും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ ദാസനെ ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചല്ലോ. കർത്താവേ, ദീർഘവർഷങ്ങൾ കുടുംബമായി പാർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഈ സ്ഥാപനത്തെ ഇത്രത്തോളം വളർത്തിയെടുക്കുവാനും കർത്താവ് സഹായിച്ചു. എന്നാൽ തൻ്റെ സഹധർമ്മിണി ചില നാളുകൾക്ക് മുൻപ് കർത്താവ് അങ്ങയുടെ സന്നിധിയിൽ വിശ്രമത്തിനായി ചേർക്കപ്പെട്ടു. കർത്താവ് മനസ്സിന് വേദനയുണ്ടെങ്കിലും തൻ്റെ കൂടെ പാർത്ത തൻ്റെ പ്രിയതമയെ ഓർക്കുന്നതിന് പുതുതായി പണി കഴിപ്പിച്ച പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം ഇന്ന് പകൽക്കാലം വളരെ പ്രാർത്ഥനയോടെ കർത്താവെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുവാൻ കർത്താവ് ഇടവരുത്തിയതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഉദ്ഘാടനം ചെയ്ത ഞങ്ങളുടെ പ്രിയ മന്ത്രി പി പ്രസാദ് സാറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യമുണ്ടെങ്കിലും അദ്ദേഹം കടന്നുപോയിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം അങ്ങയുടെ കൃപ കൂടെ ഇരിക്കണമേ. പ്രത്യേകിച്ച് അധ്യക്ഷ പ്രസംഗം നടത്തിയ കർത്താവെ അരുൺ സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെയും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരായി ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങയുടെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഞങ്ങളുടെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ അസിസ്റ്റൻ്റ് ഓവർസറായിരിക്കുന്ന ഡോക്ടർ ഷിബു കെ മാത്യു സാറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവെ ശുശ്രൂഷകൾ പ്രാർത്ഥിച്ചാരംഭിക്കുവാനും ആശംസകൾ അറിയിപ്പാനും അങ്ങയുടെ ദാസനെ അവിടുന്ന് കരങ്ങളെടുത്തതിനായി സ്തോത്രം. അങ്ങയുടെ ദാസനെ തൻ്റെ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കരങ്ങളിൽ ഞങ്ങൾ ജോസ് കോശി ജോർജ് സാറിനെ ഒരിക്കൽ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് തൻ്റെ ഉള്ളിലുള്ള നല്ല ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കേണ്ടതിനായി ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ജോയൽ ഡോക്ടർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫേവ ഡോക്ടർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ദൈവം അവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, അവർക്ക് ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കണമേ. ഈ പൊതുയോഗത്തിൽ സാക്ഷ്യം വഹിപ്പാനായി കടന്നു വന്ന എല്ലാവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ജോസാറിൻ്റെ കുടുംബത്തിലുള്ള സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ദേശനിവാസികൾ എല്ലാവരെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിശേഷിച്ച് ഈ സ്ഥാപനത്തെ ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സിനായി, നഴ്സസിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഓഫീസ് സ്റ്റാഫുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നഴ്സിംഗ് കോളേജിലെ സ്റ്റാഫുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിൻസിപ്പൽമാരായി സേവനമനുഷ്ഠിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. ഈ മീറ്റിങ്ങിൻ്റെ ആദ്യയോടെ അവസാനം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. താൽക്കാലികമായി ഞങ്ങൾ പിരിയുന്നെങ്കിലും പിരിയാത്ത ദൈവ സാന്നിധ്യം ഞങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കണമേ. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. മഹത്വമല്ല അവിടുത്തേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു. കേൾക്കണം ഞങ്ങളുടെ നല്ല പിതാവേ. ആമേൻ. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ത്രിയേക ദൈവത്തിൻ്റെ വാഴ്വുകളും അനുഗ്രഹങ്ങളും ഈ മീറ്റിങ്ങിനെ സംബന്ധിച്ച സകല ദൈവമക്കളോട് ഈ സ്ഥാപനത്തോടും കൂടെ കർത്താവിൻ്റെ മേഘ പ്രത്യക്ഷത വരെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. യേശു ക്രിസ്തു മൂലം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ. ഇന്ന് ഇവിടെ ഈ ചടങ്ങിൽ സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട മെർസി മെമ്മോറിയൽ ബ്ലോക്ക് നേരിട്ട് കാണുവാനും അവിടുത്തെ അത്യാധുനിക സജ്ജീകരണങ്ങൾ നേരിട്ട് കാണുവാനും താല്പര്യമുള്ളവർക്കെല്ലാം ഇന്ന് ഈ ദിവസം അവസരമുണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ഹാളിന് പുറത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ലഘുഭക്ഷണത്തിൽ ഏവരും സഹകരിക്കണമെന്ന് താല്പര്യപ്പെട്ടുകൊള്ളുന്നു. മെർസി മെമ്മോറിയൽ ബ്ലോക്ക് ഉദ്ഘാടന വേദിയിൽ എത്തിച്ചേർന്ന ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഏവർക്കും ശുഭദിനം നേരുന്നു. നന്ദി.